ഈ കുരുത്തക്കേട് കാണിക്കരുത് 100 വട്ടം അപ്പവും പറഞ്ഞിട്ടില്ലേ? വലിയ പച്ചൻ സൂക്കേടുകാരാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത്. നീ ഇതൊക്കെ കണ്ടു നിന്ന് രസിക്കായിരുന്നു അല്ലേ സോഫി? അതിനിപ്പോ അവനെന്തോ ചെയ്തു? തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരുത്തനെ ഇങ്ങനെ ഇട്ട് വട്ട് തട്ടരുത് മക്കളെ. കളിയും ക്ലബുമായി നടന്നാ പോരാ. കുഞ്ഞുങ്ങളെ ചൊല്ലുവിളിക്ക് വളർത്താൻ കൂടി പഠിക്കണം. കുട്ടികളാണ്, അവരല്പം കുസൃതിത്തരമൊക്കെ കാണിച്ചെന്നിരിക്കും. അതിനപ്പം ഇത്രമാത്രം പറയാനൊന്നുമില്ല. മതിയടാ, മനസ്സിലായി. കുടുംബം നോക്കേണ്ടവൻ നടക്കുന്ന നടപ്പ്. തോന്നുമ്പോ വരിക, തോന്നുമ്പോ പോവുക. നിനക്ക് പാടത്ത് നിന്ന് നോക്കാൻ പോലും നേരമില്ലല്ലോ. ഞാൻ ഇന്നലെ അവിടെ പോയതാ. പോയതാ? എന്തിനാ നീ പോയത്? അച്ഛനും നായരുടെ രൂപ വാങ്ങിക്കാൻ. നീ ഒരൊറ്റ മാസം തന്നെ വാങ്ങിയ രൂപയുടെ കണക്ക് എത്രയാണെന്ന് നിനക്ക് അറിയാമോടാ? നിങ്ങളുടെ തോന്നിവാസം പോലെ ജീവിക്കും. ആ മോനെ, ഈ പിശുക്ക് കൂടിപ്പോയിട്ടാ മരുന്നിന് എന്നെ 10ഉം 16ഉം ചെലവാക്കേണ്ടി വരുന്നത്. ഓ, അങ്ങനെയൊക്കെ പറയുമെന്ന്. ഇരി മോനെ. അപ്പൊ മോന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കുളിച്ച് മുടിയും ചെയ്യി മിടുക്കനായിട്ട് നടക്കണമെന്ന്? പോത്തനോട് പറഞ്ഞപ്പോ ആ മുടി തന്നില്ല. മുടി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഉടുപ്പ് അത്ര അഴുക്കായി. മോൻ ഇങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ടാ ആളുകൾ ഓരോന്ന് പറയുന്നത്. മോൻ മിടുക്കനായിട്ട് നടന്ന ആരും ഒന്നും പറയില്ല. മാത്യൂസിനും സോഭിക്കും എന്നെ ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടമാകണ്ട. അപ്പന് മോനെ ഇഷ്ടമാണ്. മോനെ അപ്പനും ഇഷ്ടമാണ്. ഞാൻ രാവിലെ പോത്തനെ പൂട്ടിയിട്ടതാ. അതിങ്ങനെ ചെയ്യാമോ മോനെ? അവൻ ചത്തുപോകില്ലേ? നീ അവന്റെ കൂടെ എന്തിനാ ഞാൻ കളിക്കണേ? പോലെ ഓ, അവനെ പോയി കുളിപ്പില്. നീ പോയി കുളി. ഈ നെല്ലി ചവിട്ടാന്ന് നിങ്ങളുടെ തറവാട്ടുകയാണോ? ചോദി നോക്കൂ ഇവരെ. ആകൃതം ആകൃതം. ക്ലബിലേക്കായിരിക്കും. ഇന്ന് 5 മണിക്കാണ് ഞങ്ങളുടെ ഡിസ്കഷൻ. ഇന്നെങ്കിലും നേരത്തെ വരുമോ? ഡിസ്കഷൻ ചെയ്താൽ വരാൻ നോക്കൂ. ജോലിയില്ലാത്ത പെൺപിള്ളേരെ കൊള്ളുന്നതല്ലേ നിങ്ങളുടെ ഡിസ്കഷൻ? എന്നാ അടുക്കളയിൽ തന്നെ കുത്തിയിരുന്നോളാം. വലിയ വീട്ടിലെ പെണ്ണല്ലേ? കളത്തിലോട്ട് കടന്നേ ഇല്ല അല്ലേ? ജോലി നടക്കുന്ന ദിവസമാണ്. ഇവിടെ നിന്ന് കൂടെ വന്നെങ്കിൽ. ഞാൻ വരുന്നില്ല അച്യുതൻ നായരെ. നിങ്ങളെല്ലാം നോക്കിയാ മതി. എന്താ ഒരു വല്ലായ്മ പോലെ? എന്തോന്നാ പറയേണ്ടു അച്യുതൻ നായരെ? സണ്ണിയുടെ കാര്യം ആലോചിക്കുമ്പോ ഓരോ ദിവസം ചെല്ലും തോറും അവന്റെ സോക്കേട് കൂടി വരികയാണ്. ഇന്ന് കാലത്ത് അവൻ ആ പോത്തിനെ ഈ അലമാരയ്ക്ക് അകത്തിട്ട് അടച്ചുപൂട്ടി. ഇതിനകത്തോ? അതെ. പാവം കുട്ടി. സമാധാനമായിട്ടിരിക്കൂ. ഈശ്വര ഒരു വഴി കാണിക്കാതിരിക്കോ? ഇങ്ങനെയാണ് തന്നെ കുളിക്കണേ? ഇങ്ങനെയാണോ കുളിക്കണേ? ഞങ്ങളെ പോത്തനെ കുളിപ്പിക്കുക. മതി മതി, പോത്തനെ കുളിപ്പിച്ച് വാ. വേഗം കുളിച്ചിട്ട് വാ. ഇവൻ ആര് പെണ്ണു കൊടുക്കുമെന്ന അച്യുതൻ നായർ പറയുന്നത്? അച്ഛനാർക്ക് ജീവനുണ്ടെങ്കിൽ സന്യാസത്തിന് പെണ്ണ് കിട്ടും. നിങ്ങൾക്ക് കിറുക്ക. സന്യാസത്തിന്റെ കിറുക്ക് മാറാനായിട്ട് അച്ഛനാർക്ക് ഇത്തിരി കിറുക്ക് വന്നാലും വേണ്ടില്ല. നമ്മുടെ കുട്ടന്മാരുണ്ടല്ലോ, അങ്ങൊരു കാര്യം പറഞ്ഞു. അങ്ങൊരു ആരെക്കുറിച്ചോ അത്ര നല്ല അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിലല്ല. നമുക്ക് അവിടെ മരുന്ന് പോണം. പോകാം. മരിക്കുന്നത് വരെ നമുക്ക് എല്ലായിടത്തും പോകാം. ഏതാണ് ആ പെൺകുട്ടി?
നാടാ ഇത്. ഈ കാഞ്ചിച്ചൻ അപ്പച്ചൻ കണ്ടില്ലേ? പറഞ്ഞിട്ടല്ലേ പെണ്ണ് കിടന്ന് വിളയുന്നു വീക്കെന്നാ കണ്ടല്ലോ. നിന്നെ എന്റെ ഈ കിട്ടും. പറഞ്ഞതുപോലെ മോളെ ചിന്നമ്മേ, മോള് ചെന്ന് കുറച്ച് വെള്ളം അടുപ്പത്ത് പോയി അപ്പച്ചന്റെ കൈക്കൊന്ന് ചൂട് പിടിക്കണം. എന്ത് പറ്റിയ അപ്പച്ചാ? ഓ ഇതേനോട് ഞാൻ പറഞ്ഞതാ, ഈ വയസ്സുകാലത്ത് നിന്നും പോരണ്ട. ഓടാ അവിടുന്ന് വയസ്സുകാലം. നിന്നെ പിടിച്ച് കെട്ടിയുടെ ആളെ കരുത്തരിക്കണ്ട. നീ ചെല്ലു മോളെ. എടാ, ആ കുട്ടമ്മേന്ന് അവൾക്ക് ചെക്കൻകാരും കൊണ്ടുവന്നിട്ടുണ്ട്. ചിന്നമ്മയ്ക്കോ? അവക്ക് അതിന് മാത്രം പ്രായമായോ? ആഹാ, അവൾ എനിക്ക് എപ്പോഴും കൊച്ചാണല്ലേ. പെണ്ണ് കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുക. അവള് പോയപ്പനി വീട് ആരുണ്ട് അപ്പച്ച? വേണ്ട വേണ്ട, ഞാൻ ഒഴിഞ്ഞോളാം. അയ്യോ പിന്നെ എന്റെ അപ്പച്ചന്റെ കൈ ഞാൻ ഒഴിഞ്ഞോളാം. പെണ്ണിന് കുഴിയാനറിയാം. അയ്യോ വിളിച്ചിട്ട് പഠിച്ചതാണ്. വേണ്ട വേണ്ട വേണ്ട, രണ്ടുപേരും ഒഴിയണ്ട. ആ എണ്ണങ്ങ് തന്നെ ഞാൻ ഒഴിഞ്ഞോളാം. ഏത് കൈയാണിപ്പാ? കൈ ഇങ്ങോട്ട് നീട്ടാ. കയ്യില് വേദന പറഞ്ഞ അപ്പച്ചൻ കൈ ഇങ്ങോട്ട് താ. ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും ഒരു കയ്യാണ് എടുക്കും. ഞാൻ പതുക്കെ പതുക്കെ കൈ പിടിതെടുക്കാനല്ല പറഞ്ഞത്, ഒഴിയാനാണ്. മതി മതി. വേദന മാറിയോ അപ്പച്ച? പക്ഷെ പാപ്പച്ചൻ തിരുമ്പിയ കയ്യിലായിരുന്നു വേദന. വേദന പോയോ അപ്പച്ചൻ? ഈ കൈക്ക് വേദന കൂടുകയും ചെയ്തു, വേദന ഇല്ലാത്ത കൈക്ക് വേദന ഉണ്ടാവുകയും ചെയ്തു. മന്ത്രി, അടിയൻ നമ്മുടെ രാജ്യം എങ്ങനെ ഇരിക്കുന്നു? കുഴഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? മഴയില്ലാഞ്ഞിട്ട്. ഛേ, ഇടിയൻ നമ്മുടെ ശത്രു എവിടെ? ഇതാ ഇന്നത്തെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കവനെ കല്ലെറിഞ്ഞോടിക്കണം. കയ്യും കാലും കട്ടിയിടണം. അതാ നമ്മുടെ ശത്രു. കടുവാ, പിടിയവിടെ. അലിയ, എല്ലാവരും കൂടി എന്നെ എറിഞ്ഞു വാട്ടി അലിയ. ഈ ചെറുക്കന്മാരെ വല്ല ആശുപത്രിയിലാക്കണം. കണ്ടില്ലേ എന്റെ ആങ്ങളേക്ക് കിട്ടിയിരിക്കുന്ന തീരം. നോക്കിക്കോളെ ജോയി. സാരമില്ല പെങ്ങളെ, കല്ലേറി എനിക്ക് പുത്തരിയല്ല. അലിയ, അപ്പൻ എവിടെ പോയി? അത് ആ കിടക്കടി പെണ്ണ് കാണാൻ പോയിരിക്കണെന്നേ. വലുപ്പവും ചെറുപ്പവും നമ്മൾ ഉണ്ടാക്കണതല്ലേ പൈലിച്ചേട്ടാ. ഇവിടെ സ്വത്തല്ല കാര്യം. എന്റെ മോനൊരു പെണ്ണു വേണം. അടക്കവും ഒതുക്കവും ഉള്ളവളായിരിക്കണം അവള്. എന്നാലും ഒന്നും പറയണ്ട, പൈലിച്ചേട്ട ഇരിക്കണം. ഞാനൊന്ന് പറയാലോ, ഇതെല്ലാം ദൈവഹീതായിരിക്കും. ഞാൻ എതിരെ നിൽക്കണില്ല. പക്ഷെ അവനോട് കൂടെ ഒന്ന് ചോദിക്കണം. ആരോട്? അവിടെ ആങ്ങള പാപ്പച്ചൻ, അവൻ അവറാന്റെ വീട്ടിലാണ്. ഇതെപ്പോ വിളിപ്പിക്കാം. എന്നാ ഒന്ന് പഠിപ്പിക്കായിരുന്നു. പാലില്ലല്ലോ അപ്പച്ച. പെരുങ്കാപ്പി എങ്ങനെയാ കൊടുക്കുന്നത്? എന്ന് നീ ആ പാത്രം സഞ്ചി കേട്ടോ. ഞാനറിയില്ലേ പിന്നെ. ചിന്നമ്മ പിടിക്കുക. ഇത്ര ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഒരിടത്തും പോണ്ട. എന്തിനു പോകുന്നു? അല്ല, പാപ്പച്ചനെ കൂടെ ഒന്ന് വിളിക്കണല്ലേ. ഞാനിത് വന്നു കഴിഞ്ഞു. മോളെ ചിന്നമ്മേ, ഇങ്ങോട്ട് വാ മോളെ, ചോദിക്കട്ടെ. ഇങ്ങോട്ട് വരൂ കുട്ടി. അമ്മ ഇല്ല അല്ലേ? ഇല്ല. അപ്പോ ചിന്നമ്മയാണ് വീട്ടുകാരി. അവിടെ വന്നാലും മോള് തന്നെയാണ് വീട്ടുകാരി. പിന്നെ പോലെടുക്കാനായിട്ട് അവിടെ അമ്മായിമ്മമാരും ഇല്ല. ഏതോ വരെ പഠിച്ചു? ക്രിസ്തു വരെ. ചേട്ടൻ കല്യാണം കഴിച്ചതാണോ? അല്ല, ഇതാണ് പാപ്പച്ചൻ. ഓ. വലിക്ക് അയ്യോ, ഇതൊന്നും എനിക്ക് വേണ്ട. ഞങ്ങൾ പാപ്പച്ചനെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങള് ഇച്ചിരി നേരെ വന്നിട്ട്. ഞാൻ അവറഞ്ചന്റെ വീട്ടിലായിരുന്നു. ഓ, അച്ഛൻ പറഞ്ഞു പറഞ്ഞു. അവര് പോകാൻ തിരക്ക് വിട്ടു. ഒന്ന് എപ്പോ മാറ്റം പോലെ. പാപ്പച്ചന് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പച്ച തീരുമാനം എടുത്താൽ പിന്നെ എനിക്കെന്താ എതിര്? മോളെ, ആ കാപ്പി ഒന്ന് എടുത്തോടി. അവളുടെ ഒരു ഇതൊക്കെ എന്തിനാ മേടിച്ചേട്ടാ? ഇതൊന്നുമില്ല. പിന്നെ അവള് സുഖമായിരിക്കണമെങ്കിൽ ഇവിടെ കഴിയുന്നത് പോലെ അവൾ അവിടെയും കഴിയും. എന്താ അച്ഛനായാലും ചോദിക്കണോ? ഏതായാലും അടുത്ത ഞായറാഴ്ച നിങ്ങൾ അങ്ങോട്ടൊന്ന് വരണം. ചെറുക്കടിയൊക്കെ കണ്ട് നമുക്ക് അധികം താമസിയാതെ തന്നെ ഇതങ്ങ് നടത്തിക്കളയാം. അങ്ങേയായിട്ട് നടത്തിക്കളയാം. എന്താ അച്ഛനായാലും? എല്ലാം മംഗളായിട്ട് നടക്കട്ടെ. അങ്ങനെ ആകട്ടെ. പോത്താ,
ഇപ്പൊ എന്നെ കാണാൻ എന്തൊരു ശേല്. പോത്തനെയും കെട്ടിക്കാറായി. ദേ നോക്കിയേ, പോത്തിന് മീശ വരുന്നത് കണ്ട. മണ്ടത്തരം എഴുന്നള്ളിക്കരുത്. അവിടെ ചെന്ന് മിണ്ടാതെ നിന്നേച്ചാ മതി കേട്ടാ. പെണ്ണിന്റെ അപ്പനാണ് വന്നിരിക്കുന്നത്. അവിടെ ചെന്ന് കിറുക്കൊന്നും കാണിക്കരുത്. തുതി പറയണം. ഇപ്പഴല്ല. കഴിഞ്ഞ ആണ്ടി കൃഷിക്ക് പറയത്തക്ക പാകപ്പഴയൊന്നും ഇല്ലായിരുന്നു. നമുക്കും വലിയ മോശമല്ലായിരുന്നു അല്ലേ അച്ഛനാരെ? അല്ല, ഈ ആണ്ടത്തെ ആര്യമ്പാടത്തെ കതിരിന്റെ കൂറ് വളരെ മോശമായിരിക്കണം. കലികാലമല്ലേ, സമയത്തും കാലത്തും വെയിലും മഴയുണ്ടാ. ആ മോനെ കണ്ടില്ലല്ലോ. ഇതാണ് എന്റെ മകൻ. മോന്റെ പേരെന്താണ്? സണ്ണി. മോനെ, അന്ന് അപ്പ ഒരു കാര്യം പറഞ്ഞില്ലേ? ആ ചിന്നമ്മയുടെ അപ്പനാണിത്. ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്ഥിതിയായിരിക്കും. ഇത് എന്റെ രണ്ടാമത്തെ മകൻ മാത്യൂസ്. ഇത് അവന്റെ ഭാര്യ സോഫി. എന്നാ നമുക്ക് ഇച്ചിരി കാപ്പ് കുടിക്കാം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. ചെക്കൻ വന്ന് ഇനി പെണ്ണിനൊന്ന് കാണണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല വൈലിച്ചേട്ടാ. ഞങ്ങളുടെ ഇഷ്ടം തന്നെയാണ് അവന്റെ ഇഷ്ടം. അല്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞേക്കാം. അങ്ങട് ഇങ്ങോട്ട് നടന്ന് സമയം വൃഥാ കളയണ്ട. കല്യാണം നമുക്ക് വേഗം നടത്താം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. വിത്ത് കെട്ടി വെള്ളത്തിലിട്ടേച്ചാ ഞാൻ അങ്ങ് പോകുന്നത്. എന്നാ അടുത്ത നോയമ്പിന് മുമ്പ് തന്നെ നമുക്ക് നടത്തണം. നിന്നെ ഇനി തപ്പി നടക്കാൻ സ്ഥലമില്ല. ഞാൻ നിന്നെ അന്വേഷിച്ചിറക്കിയായിരുന്നില്ല. ഒരു 25,000 രൂപ ഉണ്ട്. മിയ 25,000 കൊണ്ട് ഒരു സുന്ദരമായ മലയാളം പടം പഠിക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ആ മുതുകുളത്തുകാരന്റെ മകളുടെ കാര്യം എന്തായി? ആണ്ടടക്കം അളിയ, ഇതുപോലെ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്ലാനും പദ്ധതിയില്ലാതെ പോകാനൊക്കെ അളിയ. ആ മുതോളത്തുകാരനാണെങ്കിൽ മഹാഭയങ്കരനാണ്. അവളെ ഒന്ന് വീശിയെടുക്കാനുള്ള വഴി പറ. അളിയ, മുതോളത്തിന്റെ മോളെ മാത്രം വീശെടുക്കാനല്ല, അടൂർക്കാരന്റെ മോളെ, ഏറ്റുമുന്നൂർക്കാരന്റെ മോളെ, ഇവരൊക്കെ വീശെടുക്കാനുള്ള പദ്ധതി എന്റെ ഉണ്ട്. അളിയ, ഈ മുതോളത്തിന്റെ മോൾ ഒരു സിനിമാ ബ്രാൻഡാണ്. നമ്മളൊരു സിനിമാ കമ്പനി സെറ്റപ്പ് ചെയ്താൽ ഇതുപോലെ എത്ര മോളെ നമുക്ക് ഈസിയായിട്ട് പുൾ ചെയ്യാമെന്നറിയാവൂ. അതിന് പണം വേണ്ടേ? അതിനെ അറിയിച്ചവരോട് പെങ്ങളോട് ചോദിക്കണമെന്നേ. തരുന്നില്ലെങ്കിലോ? ഓട്ടിക്കണം. ഞാൻ ഇതിന് എത്ര രൂപ തരണം? അളിയ, അളിയൊന്ന് നോക്ക്, ഈ വേഷം ഒന്ന് നോക്കളിയ. നാറുന്ന കയ്യിലും പനിയിട്ടു 4 പേരുടെ വെട്ടത്തിൽ ഞാൻ എങ്ങനെ അളിയാ പോകുന്നത്? ഒരു ഷാസ്കിൻ പാന്റ്, ഒരു ടെലിൻ ഷർട്ട്, ഒരു കൊട, ഒരു കണ്ണട, ഒരു ചീപ്പ്, ഇതൊന്നും കൂടെ ഒരു ആഫീസ് റൂം, ഒരു ലേഡി ടൈപ്പിസ്റ്റ്, ഒരു പയ്യൻ, ഇതെല്ലാം വെച്ചുകൊണ്ട് ആളുടെ മുന്നിൽ പോസ് ചെയ്യണം. ഈ കാലത്ത് അളിയ പോസ് ചെയ്തേ ലക്ഷ്യമുള്ളൂ. പിന്നെ എന്റെ കുറുപ്പന്തര, എന്റെ ഫ്രണ്ട്, അവൻ എന്റെ പുറകെ കിടക്കുകയാണ്. അവനെ കൂടി സെക്രട്ടറിയായിട്ട് ഒന്ന് മാറ്റി ആളുടെ മുന്നിൽ വീണ്ടും ഒന്ന് പോസ് ചെയ്യണം. അളിയ, ഇതിനെല്ലാം കൂടെ അളിയൊന്ന് ആലോചിച്ച് നോക്കി. ഒരു തുക ഞാൻ തരാം. ഞാൻ കമ്പനി ഞാൻ ഇതിലെല്ലാം കൂടെ കൂട്ടി കുറെ രൂപ എന്ന് തരാം. എന്താണെങ്കിലും അവളെ തട്ടിയെടുക്കും. അക്കാര്യം ഞാൻ ഏറ്റെന്നേ. ഓ, ഈ പെണ്ണിന് ഒന്നും അറിയില്ല. നോക്കിയപ്പച്ച ചെരുപ്പ് തെറ്റിച്ചായിട്ടിരിക്കുന്നു. പെണ്ണെ വലിയ വീട്ടിലേക്കാ പോകുന്നത്. നാണക്കേട് ഉണ്ടാക്കല്ലേ. എല്ലാം നല്ലോണം പരിചയിക്കണം മോളെ. അവിടെ ഒരു പെണ്ണുണ്ട്, എല്ലാ പരിഷ്കാരം തികഞ്ഞതാ. ഓ, അതിട്ടിരിക്കുന്ന ബ്ലൗസ് കണ്ടിട്ട് എനിക്ക് നാണമായി. അതൊക്കെയാണ് അപ്പച്ച ഇന്നത്തെ ഫാഷൻ. പാഷൻ. നമ്മുടെ കണ്ണി കൊച്ചിനും അവിടെയല്ലയോ ജീവിക്കുന്നത്. എന്തൊരു വിനയും ഭയഭക്തിയുള്ള ചേർത്ത്. ഒരാളുടെ മുഖത്തിനിപ്പോ എന്തൊരു തിളക്കം. ദേ നോക്കിയപ്പച്ച, ഈ പാപച്ചാൻ എന്താ? ഇതെന്താണെന്ന് പറയാമോ? കമ്മല് അല്ല, വള അതുമല്ല. എന്നാ മധുരം? അല്ലേ അല്ല. തോറ്റോ? തോറ്റു. എനിക്ക് കണ്ടോ. എന്തിയോ? ഓ, ഇതിനൊന്നും അറിയില്ല അപ്പച്ച. പിന്നെ ഇവിടെ അതുവല്ലേ കണ്ടിട്ടുണ്ട്. എല്ലാം കാണാൻ പോവുകയല്ലേ പെണ്ണ്. കുറെ ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചിന്നമ്മ പഴയ ചിന്നമ്മ മറ്റാണ്. കാറും ബംഗ്ലാവും ഒക്കെ ആളങ്ങ് മാറിപ്പോവുക. പിന്നെ മാറിപ്പോവില്ലേ? കാലക്രമേണ ഞങ്ങളെയൊക്കെ മറന്നും പോകും. മറക്കാതിരിക്കാൻ ഒക്കുമോ പാപ്പച്ചായ? നിശ്ചയമായും മറന്നല്ലേ പറ്റൂ. മറക്കേണ്ട ഒരു ദിവസം ഉണ്ടാവും. ഓരോരുത്തർ ഓരോ നിലയിലെത്തുമ്പോൾ അങ്ങനെയാണ്. പാപ്പച്ചായനെ അപ്പച്ചനെ ഒക്കെ ഞാൻ മറന്നുപോകും. അന്ന് പാപ്പച്ചായൻ വിളിച്ചാൽ ഞാൻ വിളി കേൾക്കൂല. അപ്പച്ചനെ ഞാൻ നോക്കുകൂടിയില്ല. ചിന്നമ്മേ, അന്ന് എല്ലാവരും എന്നെ കാണാൻ കൂടും. ഒരു മണവാട്ടിപ്പെണ്ണിനെ പോലെ അന്ന് ഞാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കും. വെള്ള വസ്ത്രങ്ങൾ, നെറ്റ്, കാൽമേസ്, കയ്യിലൊരു കൊച്ചു പ്രാർത്ഥനാ പുസ്തകം, ഒരു കൊച്ചു കൊന്ത. അന്ന് ഞാൻ ആരോടും മിണ്ടില്ല. മോളെ ചിന്നമ്മേ, അന്ന് ഞാൻ മരിച്ചിരിക്കുകയായിരിക്കും. പേടിപ്പിച്ച് കളഞ്ഞല്ലോടി മോളെ നീ. എന്താണിപ്പോ പാപ്പച്ചായൻ പിന്നെ അങ്ങനെ പറഞ്ഞത്? അപ്പച്ചനെയും പാപ്പച്ചായനെയും മറന്നെനിക്ക് ജീവിക്കാനൊക്കെ. എനിക്കിനി കാലം അധികമില്ല മോളെ. ആരൊക്കെ മറന്നാലും ഇവനെ നീ മറക്കാതിരുന്നാ. നിങ്ങളെയൊക്കെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം അപ്പച്ച.
അതന്നെ 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 ഇവരാണ് ഞാൻ കൂടെ നിൽക്കും. ആ എന്റെ കുഞ്ഞിന് പോരെ അടുത്ത് വയ്ക്ക ആ തോളി കയ്യിലൊന്ന് പിടിച്ചത് തോളി കൈയൊന്ന് പിടിച്ചത് സ്മൈൽ സ്മൈൽ ചെയ്ത് താങ്ക് യു. പോത്തനെ കൂടെ നിർത്തിയിരുന്ന ഈ ഫോട്ടോ എത്ര ഫഷ്ടായിരുന്നു. ഇനി എടുക്കുമ്പോ പോത്തിനെയും കൂടെ നിർത്താൻ കേട്ടാ. നോക്കിക്കോ, പോത്തന്റെ കല്യാണത്തിന് ഫോട്ടം പിടിക്കുമ്പോ മാത്യുച്ചിന് സോപ്പിയാമി നിർത്തില്ലല്ലോ. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നിന്നെ ഈ പെണ്ണിനെയും കൂടെ നിർത്തി നമുക്കൊരു ഫോട്ടോ എടുക്കാം. അയ്യേ, പോത്തനും സണ്ണിക്കുച്ചിന്റെ പെമ്പളെയും കൂടെ ഫോട്ടോ എടുക്കേ. എന്റെ മോൻ ഇനി പോന്നേ ഞാൻ പറഞ്ഞില്ല. നീ വാടോ. നിന്നോട് ഇവിടെ കിടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇന്ന് മുതൽ വെളിയിൽ എവിടെയെങ്കിലും കിടന്നാ മതി. പോത്ത സണ്ണിച്ചിട്ട് ഇവിടെ കിടക്കേട്ടത്. സണ്ണിച്ചാ പോത്തം കൂടെ ഇവിടെ കിടക്കട്ടെ സോഫി. വേണ്ട, ഇവിടെ കിടക്കണ്ട. വാടാ അത്. എന്താണ്, നാണോണ? ഇങ്ങനെ നിന്നാല് കാല് കഴിക്കൂലേ? വാ, കട്ടില് പോയിരി. ചിന്നമ്മയെന്നല്ലേ പേര്? അതെ. പാട്ടുപാടാൻ അറിയാമോ? എന്നിട്ട് അപ്പം പറഞ്ഞല്ല പാട്ടുപാടാൻ അറിയാമെന്ന്. ഹായ്, ചിരിക്കുമ്പോ കാണാൻ നല്ല ശേല്. എന്താടാ എന്താണെന്ന്? സോഫിയമ്മ പോത്തനെ സണ്ണിച്ചന്റെ മുറിന്ന് പുറത്താക്കി. നീ ഇന്നു മുതൽ ഇവിടെ കിടന്നു. എനിക്കും കൂട്ടിയൊരാള് വേണം. പോത്തച്ഛൻ സണ്ണിച്ചന്റെ കൂടെ കിടന്നാല് ഉറക്കം വരും. അങ്ങനെ ഉറക്കം വരണ്ട നിനക്ക്. ഇവിടെ എങ്ങാനും കിടന്നോ? ഞാൻ കിടക്കുന്നില്ല. എന്നാ അവിടെ ഇരുന്നോ, ഉറക്കം വരും. സോഫിയും മാത്യുവും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്. നേരാണോ ചിന്നമ്മേ? എനിക്ക് ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് മാത്യു എന്നെ ചങ്ങലക്കിട്ട് പാട് കണ്ടോ? കരയാന്നോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കരയാൻ. പോത്തനാ നല്ലത്. പോത്തൻ കരയില്ല. ഞാൻ പോത്തിന്റെ അടുത്തേക്ക് പോവുക. പിന്നെന്തിനാ കരഞ്ഞത്? ഞാനാ പറഞ്ഞത് കരയാതിരിക്കാൻ. കരച്ചിൽ നിർത്തൂല അല്ലേ? നിന്റെ ഒരു കരച്ചില്. ചിന്നമ്മേ, തിന്നു ചിന്നമ്മേ. മോനെ സണ്ണി. അപ്പാ, എന്താണപ്പാ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. മോൻ പോയി കിടന്ന് ഉറങ്ങിക്കാം. ചെല്ല്. ചിന്നമ്മേ, മോൾ ഒന്നിങ്ങോട്ട് വന്നേ. എന്താപ്പാ? നീ എന്നോട് ക്ഷമിക്കണം മോളെ. മക്കൾക്ക് മാപ്പ് തരാൻ പറ്റാത്ത ഒരു തെറ്റാണ് അപ്പൻ ചെയ്തത്. അവൻ ജന്മനാ കിറുക്കനല്ല മോളെ. കുറച്ചു കാലമേ ആയുള്ളൂ അവന് സുഖക്കേട് തുടങ്ങിയിട്ട്. ഞാൻ പറയാം മോളെ, സാവിത്രി എന്നൊരു പെൺകുട്ടി ഇതിനടുത്തുണ്ടായിരുന്നു. സണ്ണിയും അവളും ഒന്നിച്ചാണ് കളിച്ചതും പഠിച്ചതും വളർന്നതുമൊക്കെ. അവൻ അവളെ എങ്ങനെ കരുതിയിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ
അവളുടെ ജീവനായിരുന്നു സണ്ണി. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മനസ്സിൽ ഒരാളെയും, അത് സണ്ണിയാണ്. ഈ മറ്റൊരാൾക്ക് അവിടെ സ്ഥാനമില്ല. എന്തൊക്കെയാണ് ഈ പറയുന്നത് സാവിത്രി? ഭ്രാന്ത് പറയുന്നു. അങ്ങാണിപ്പോൾ ഭ്രാന്ത് പറയുന്നത്. ഈ മാറ്റത്തിന് വേണ്ടിയല്ല നാം സ്നേഹിച്ചത്. ഞാൻ നിന്നെ എന്റെ അനിയത്തിയായിട്ടാണ് കരുതിയത്. ഞാൻ അങ്ങേ എന്റെ ആങ്ങളായിട്ടല്ല കരുതി. ഇതൊക്കെ അപ്പൻ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? നിന്റെ അമ്മ എന്നെ പറ്റി എന്ത് കരുതും? ചേ. സാവിത്രി, ഇങ്ങനെയാണോ മക്കളെ വളർത്തുക? ഇങ്ങനെയാണോ മക്കളെ വളർത്തുക? നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റിയ കാര്യം. ഇവിടെ കാരണം ഒരു കുടുംബം നശിച്ച പുരാതന കുടുംബം. ഞാൻ അധികമൊന്നും പറയണില്ല. മാനവും മര്യാദയായിട്ട് അടങ്ങി ഒതുങ്ങി കഴിയാണെങ്കിൽ നന്ന. അല്ല, വേണ്ടാത്ത വഴി കൂടെ പോകണമെങ്കിൽ അച്ഛനാൾക്ക് അറിയാൻ വേണ്ടാത്ത വഴി. ഞാൻ ഒന്നും പറയണ്ട. നിന്നെ ഞാൻ കൊന്നു കുഴിച്ചു. കുടുംബത്തിന് മാനക്കേട് വരുത്താൻ പറഞ്ഞ ഊരേ. എടി, നീ അവരുടെ വിലയും നിലയുമെങ്കിലും ഓർത്തോടി. കാരണം ആരും ആർക്കു വേണ്ടിയും വേദനിക്കണ്ട. ഞാൻ മൂലം ആരുടെ ജീവിതത്തിലും ഒരു പോറൽ പോലും വീഴില്ല. സാവിത്രി, അതിൽ നിന്നുണ്ടായതാണ് സണ്ണിക്ക് ഈ സുഖക്കേട്. അവനെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കാനും പരിചരിക്കാനും ഒരാൾ അടുത്തുണ്ടെങ്കിൽ എത്രയും വേഗം ഈ സുഖക്കേട് ഭേദമാകുമെന്നാണ് ഡാക്ടർമാരുടെ അഭിപ്രായം. പിച്ച വെച്ച് നടക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ കാവൽ മാലാഖയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് പോലെ എന്റെ മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന പോലെ നിന്നോട് ചെയ്ത തെറ്റിന് അപ്പന് നീ മാപ്പ് തരണം. അപ്പൻ ഇങ്ങനെയൊന്നും പറയല്ലേ. അദ്ദേഹത്തിന്റെ അസുഖം മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുമപ്പ. ഈശോ എനിക്ക് അതിന് ശക്തി തരും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും മോളെ, അനുഗ്രഹിക്കും. മണ്ണിൽ കിടക്കല്ലേ, മനസ്സിന്റെ മടിയിൽ കിടക്കൂ, എന്റെ മനസ്സിന്റെ മടിയിൽ കിടക്കൂ. മാടപ്പിറാവല്ലേ, മാണിക്കക്കല്ലല്ലേ. പരിശുദ്ധാത്മാവിൻ സക്രാരി നോക്കി പിടയുന്ന പ്രാണൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ സക്രാരി നോക്കി പിടയുന്ന പ്രാണൻ പ്രാർത്ഥിക്കുന്നു. ജീവിത ഭാരത്തിൻ കുരിശുകളേതും ചുമക്കുവാനിന്നിൽ കെൽപ്പുതരൂ. ഈ പാനപാത്രം എനിക്കായി മാത്രം നൽകിയിടുവാനെന്നിൽ കനിയേണമേ, എന്നിൽ കനിയേണമേ. മാടപ്പിറാവല്ലേ, മാണിക്കക്കല്ലല്ലേ. ദുഃഖത്തിൻ കൈപ്പുനീർ എത്രയാണെങ്കിലും ഇഷ്ടകേടില്ലാതെ ഞാൻ കുടിക്കാം. ദുഃഖത്തിൻ കൈപ്പുനീർ എത്രയാണെങ്കിലും ഇഷ്ടകേടില്ലാതെ ഞാൻ കുടിക്കാം. എൻ പ്രാണനാഥന്റെ പോരായ്മ മാറ്റുവാൻ മാത്രം കനിയണേ തമ്പുരാനെ, ഉള്ളം കനിയണേ തമ്പുരാനെ. മാട
എന്താ അച്ഛാ? ആ എടി നാളെ മുതുവോളത്തില്ലയോ നാടകം? ഭരിച്ചാൽ കാശില്ലല്ലോടി. അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. അച്ഛനെ ആ അലക്കാരനെ അങ്ങോട്ടൊന്നും എന്നെ എന്തോർത്തുണ്ടോ പോകുന്നത്? സാരി എല്ലാം അവിടെ. അയാൾ അലക്കിയില്ലെങ്കിലേ അച്ഛനൊന്ന് അലക്കിത്തേച്ച് വാങ്ങിക്കൊണ്ട് വരണം. അയ്യോടി, അവൻ അലക്കില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് അലക്കത്തേച്ചോണ്ട് വരണമെന്നാണോ നീ പറയുന്നത്? തമ്പുരാനേ, നമ്മുടെ കർമ്മം. ആ നാടകക്കാരത്തിയുടെ തന്തയായി പോയില്ലയോ? അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി അച്ഛന്? ഓരോരോ നടികൾ ഓരോ തന്തമാരോട് എന്തൊക്കെയാ കാണിക്കുന്നറിയോ? ഞാൻ അതുപോലെ വല്ലതും കാണിക്കുന്നുണ്ടോ? നീയും കുറെ കാണിച്ചോടി. തമ്പുരാനെ, അടുത്ത ജന്മത്തെങ്കിലും നടിയുടെ തന്തയായിട്ട് ജനിപ്പിക്കരുതേ. അതാരടിയാ വരുന്നത്? അതെ, ഇന്നാളാ നാടകത്തിലെ സ്റ്റേജിൽ വെച്ച് എനിക്കൊരു മാല തന്നില്ലേ, അങ്ങേരാ. ദിവസം എത്ര പാർട്ടികളാ ഇവിടെ വരുന്നതെന്ന് അറിയാവോ? എല്ലാവർക്കും എവിടെ തന്നെ വേണം. ഞങ്ങളും അതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹം എന്റെ സുഹൃത്തും സെക്രട്ടറിയുമായ മിസ്റ്റർ കുറുപ്പന്തര, MS കുറുപ്പന്തറ, എന്റെ തൂലികാണോ? ഇന്നാളെ ദിവസം നമ്മുടെ ചന്ദ്രനോട്ടിൽ വെച്ച് കണ്ടെന്നു. ആരെ കണ്ടു? നമ്മൾ തമ്മില്. പക്ഷെ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. സാറിനകത്ത് കാപ്പി ഇല്ലയോ? സ്വത്തും പലഹാരമൊക്കെയാണോ? അതിന്റെ നട്ടൽപ്പ വിളകളാ, സൂക്ഷിക്കണം. ഇവിടൊക്കെ നടികൾ ഒരുപാടുണ്ട്. എല്ലാം 10-15 രൂപയ്ക്കൊക്കെയാ പോകുന്നത്. എന്റെ റേറ്റ് 40 രൂപയാ. എനിക്ക് നിങ്ങളെയല്ല ആവശ്യം. മനസ്സിലായി. എന്റെ മകളാവളി, അവളുടെ റേറ്റാ 40 രൂപ. കാശിയൊന്നുമില്ല. പിന്നെ പക്ഷേ ഭാസ്യമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യാം. അതായത് നിങ്ങളുടെ മകളുടെ ഫിഗർ അവളുടെ കൊണ്ട് എത്തിക്കാമോ? അയ്യോ, എന്റെ കൊണ്ടുപോകണ്ട. എന്റെ മോളുടെ ഫിഗർ ഇവിടെ തന്നെ കിടന്നോട്ടെ. പണിക്കർ എന്നെ പറ്റി കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പത്രങ്ങളിലും മാസികളിലും നീണ്ട കഥയ്ക്ക് പടമെടുക്കുന്നതാണ് ഞാൻ. നടക്കുന്ന കുറെ ഏപ്യന്മാര് ഓസിന് പെണ്ണിനെ കിട്ടാൻ ഇവിടില്ല. പണിക്കരെ ഞാൻ ഇപ്പോൾ ഒത്തിരി കണ്ടവനാടാ ഞാൻ. ഇടോ പണിക്കരെ, എന്റെ പരീക്ഷണം ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല. പിന്നെ പറയണം മിസ്റ്റർ കുറുപ്പന്തരെ. എന്താ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒറ്റ പെണ്ണുങ്ങളും ഇതുവരെ വെറുതെ പോയിട്ടില്ല. ഓർമ്മ വേണം. ഓർമ്മ നല്ല ഫിഗറാ. തണ്ട മോശമായ ഒന്ന് നീയും കുടിച്ചോ. അയ്യോ, ഇനി നമ്മൾ തമ്മിൽ പിണങ്ങിയിട്ട് എന്ത് കാര്യം വൈരിച്ചേട്ടാ? നടക്കേണ്ടതെല്ലാം നടന്നു. അതെ, തന്റെ കാര്യം നടന്നു. തറവാട്ടിൽ പിറന്നാ പോരാ വാറുണ്ണി, പ്രവൃത്തിയും അതുപോലെ വേണം. തിന്നില്ലേലും കുടിച്ചില്ലേലും മനസമാധാനം മതിയായി. എന്നോട് ക്ഷമിക്കൂ പൈരിച്ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. എങ്കിലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. 10ഉം 12ഉമില്ല, ഒന്നേ ഉള്ളൂ. പൊന്നുപോലെ വളർത്തിയതാണ്. സമാധാനമായിരിക്കണം. ഇനിയിപ്പോ കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടും എന്ത് കാര്യം? എല്ലാം ദൈവം നേരെയാക്കും. ആ, നിങ്ങൾ ജയിച്ചു, ഞങ്ങള് തോൽക്കുകയും ചെയ്തു. പൈരിച്ചേട്ട ഇരിക്കേ. ഓ, ഇരിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ മോളെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. കൊണ്ടുപോകണം? അതിനെന്ത്, ഞാൻ ചിന്നമ്മ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. അപ്പച്ചൻ എപ്പോഴാ വന്നത്? സുഖമാണോ മോളെ? അപ്പച്ചൻ എന്താ അങ്ങനെ ചോദിക്കുന്നത്? അപ്പച്ചനെല്ലാം അറിഞ്ഞു മോളെ. നിന്നോട് ചെയ്ത ചതിക്ക് ഇതിൽ ഒരു ചതിയുമില്ല അപ്പച്ച. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ സുഖമായി കഴിയുന്നു. അവിടെയും സുഖത്തിന് ഒരു കുറവുമില്ല. കെട്ടുമിന്ന് കഴുത്തെ കിടന്നോട്ടടി. നീ അങ്ങോട്ട് പോരെ. എന്റെ കണ്ണടഞ്ഞാലും പാപ്പച്ചൻ കാണും എന്നെ നോക്ക. ക്രിസ്തീയ ജീവിതം എന്താണെന്ന് എന്നെ പഠിപ്പിച്ച എന്റെ അപ്പച്ചനാണോ ഇത് പറയുന്നത്? എന്റെ കാണപ്പെട്ട ദൈവമാണ് അദ്ദേഹം. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അപ്പച്ചനാണ് നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. നീ എന്നോട് പിണങ്ങിയാണോടി മോളെ? എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. ആ, പാപ്പച്ചന് സുഖമാണോ അപ്പച്ച? സുഖമാണ് മോളെ. അപ്പച്ചൻ കരയാതിരിക്കും. എനിക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. അദ്ദേഹത്തിന്റെ അസുഖം പെട്ടെന്ന് മാറും. അപ്പച്ചനിരിക്കെ, ഞാൻ കാപ്പി കൊണ്ടുവരട്ടെ. വേണ്ട മോളെ, അപ്പച്ചന് കാപ്പി ഒന്നും വേണ്ട. ഇരിക്കപ്പച്ച, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ഓ, മരുമാനെയും മോളെയും കാണാൻ വന്നതായിരിക്കും. വന്നത് കുറ്റമായി പോയ കുഞ്ഞെ. കുറ്റമോ? മോളെ വലിയ വീട്ടിലേക്കല്ലേ കെട്ടിച്ചയച്ചിരിക്കുന്നത്. ഇല്ലായ്മക്കാരാണെങ്കിലും ഭക്ഷണിക്കേടൊന്നും അവിടെയുമില്ല. പിന്നെ എന്തിനിങ്ങോട്ട് ഓടി പോരുന്നു? ഒരപ്പനല്ല മോനെ ഞാൻ.
കെട്ടിച്ചയച്ച മോളെ കാണാൻ കൊതി കാണൂല. അതോ കൂടെ കൂടെ ഓഹരി വാങ്ങാൻ വരികയാണോ? ഒന്നും കാണാതെ കിടന്നവരല്ലേ, കൊതി കാണും. പോണു മോനെ, ഇനി ഞാൻ ഇവിടെ നിൽക്കണില്ല. അമ്മായിയപ്പം പോകുന്നു, കണ്ടില്ലേ? അപ്പച്ചൻ എന്ത് ചെയ്യും മാത്യൂസേ? അപ്പച്ചൻ പോയല്ലോ ചിന്നമ്മേ. പാവം നിലവിളിച്ചോണ്ടാ പോയത്. ചിന്നമ്മ അപ്പനെ പിണങ്ങിയോ? വിധി 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 എന്ന് പറഞ്ഞ് മാറിയിരുന്ന് കരഞ്ഞാ മതി. കരയാനല്ല നമുക്ക് എന്ത് കഴിയുമെടാ മോനെ. അവളുടെ കണ്ണീര് വീണ് ആ കുടുംബം നശിച്ചു പോകും. ഇങ്ങനെ പറയാതെ മോനെ, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനല്ല, പ്രവർത്തിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പച്ചനോട് വിളിച്ചില്ലേ? വിളിക്കാനല്ലേ ഞാൻ പോയത്. എന്ത് ചെയ്താ അവള് വരുന്നില്ല. ഇതെല്ലാം കാരണം അപ്പച്ചൻ ഒറ്റയാളാണ്. ഞാൻ എന്ത് ചെയ്തെന്നാ നീ ഈ പറയണത്? അവക്ക് ഇങ്ങനെയൊക്കെ വരണമെന്ന് ഞാൻ ആശിച്ചതാണ്. എന്നാണോ ഞാൻ പറഞ്ഞത്? അന്ന് ചെക്കൻ വന്ന് പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞപ്പോ അപ്പച്ചൻ ഒറ്റയാളാണ് അതില്ലാതാക്കിയത്. കഷ്ടം. അവളിപ്പോ എന്ത് ദുരിതങ്ങളായിരിക്കും അവിടെ അനുഭവിക്കുന്നത്. കണ്ണി ഊണ് കഴിച്ചോ മോളെ? അപ്പച്ചനെ ചോറുണ്ണാൻ വിളിച്ചിട്ട് വന്നില്ല. മാത്യൂസ് ഉണ്ടില്ലേ മോളെ? സോഫി വരട്ടെ എന്ന് പറഞ്ഞു. അവൾ ഇതുവരെ വന്നില്ല അല്ലേ? പെണ്ണുങ്ങൾ ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? ദിവസം അമ്മച്ചി എവിടെ പോണ അപ്പൂപ്പ? മോൻ ചോറ് വാരിയുണ്ടേ. ഞാൻ ചോറുന്നല്ലേ. എന്തോ എന്നാ മോനെ? എല്ലാരും പേടിച്ചേ. പേടിച്ചു പേടിച്ചു പേടിച്ചു. എനിക്കെന്താ ചോറ്? മോനെന്താ ചോറ്? അളിയ ജീവിതം ഒരു തുടർക്കഥയാണ്. അളിയൻ ക്ലൈമാക്സിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അവസാനം അത് കോമഡിയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിണങ്ങിയിരിക്കണോ? അല്ല, ഇണങ്ങിയിരിക്കുകയാണ്. അല്പം വൈകിപ്പോയി അല്ലേ? ഇന്ന് ആദ്യമായിട്ടല്ലല്ലോ. ഇന്ന് എന്റെ ഒരു ബോയ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ഒരമ്മയും ഭാര്യയുമാണ് നീ എന്നുള്ളത് അറിയാമോ? അതറിയാനുള്ള ബുദ്ധി എനിക്കുണ്ട്. രംഗത്തിൽ ടെമ്പോ ഉണ്ട്, പക്ഷെ നാടകീയത പോരാ. ഒറ്റയാണ് ഇവിടുന്ന്. ഒരാങ്ങളെയും പെങ്ങളും. പെങ്ങളെ എനിക്ക് വിശക്കുന്നു. നിങ്ങളുണ്ടോ? എനിക്ക് വേണ്ട. എനിക്ക് വേണം. എന്നാ നീ വാടാ. വേണ്ടാത്തൊരു ഉണ്ണണ്ട. ഉണ്ടണ്ട. പാപ്പച്ചൻ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. എപ്പോഴും കാണാൻ മാത്രം സന്തോഷമുള്ള ബന്ധമല്ലല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഓഹോ, അപ്പനെ പോലെ മോനും വഴക്കിന് വന്നിരിക്കുകയാണോ? ചതി പറ്റിയത് ഞങ്ങൾക്കല്ലേ? ഞങ്ങൾക്ക് വേദന കാണും. ധർമ്മക്കെട്ട് കെട്ടിച്ചപ്പോ ഓർക്കേണ്ടിയിരുന്നു. മാത്യൂസേ, ഇല്ലായ്മക്കാരാണെങ്കിലും അന്തസ്സായിട്ട് തന്നെ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പണം കണ്ടപ്പോ പിന്നെ വേറെ ഒന്നും തിരക്കില്ലായിരിക്കും. പണമല്ല ഞങ്ങൾ മോഹിച്ചത്, അവളുടെ സുഖമാണ്. ഓ, സുഖത്തിന് ഇവിടെ ഒന്നും കുറവില്ല. അറിഞ്ഞു. അവളുടെ ഓരോ തുള്ളി കണ്ണീരിനും ദൈവത്തിന് മുമ്പ് നിങ്ങൾ എണ്ണി എണ്ണി ഉത്തരം പറയേണ്ടി വരും. എന്താ പാപ്പച്ചായ? നീ വരുന്നുണ്ടോ വീട്ടിലേക്ക്? ഞാനിന്നൊരു ഭാര്യയാണ് പാപ്പച്ചായ. ഭാര്യ പൊട്ടി ചെറിയടിയാ മിന്നെ. പാപ്പച്ചായ, അതാണ് നിന്റെയൊക്കെ സംസ്കാരം. നടക്കുന്നു ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞു. ഒരു പാവപ്പെട്ട പെണ്ണിനെ ചതിച്ചപ്പോ നിന്റെയൊക്കെ ഈ സംസ്കാരം എവിടെ പോയിരുന്നു? ഒന്ന് വെറുതെ ഇരിക്കും പാപ്പച്ചായ. ചതിയന്മാർ പറ്റിച്ചുണ്ടാക്കിയ മുതലോട് എന്ത് വിലക്ക് വാങ്ങാമെന്ന് കരുതി. വിലയ്ക്ക് വാങ്ങാൻ ആരും ഇല്ലായിരുന്നുകൊണ്ടല്ലോടാ നിന്റെ പെങ്ങളെ പിടിച്ച് കിറുക്കൻ കൊടുത്തത്. എന്നെ കൊണ്ടത് പറയിക്കരുത്. നിന്നെപ്പോലെ ദുഷ്ടനേക്കാൾ ഭേദമാണ്ട ഒരു കിറുക്കൻ. ഇനി നീ ഇവിടെ നിന്ന് സംസാരിച്ചാൽ അടി വാങ്ങിക്കും. പിന്നെ നിന്റെ കയ്യിലല്ലേ അടിയുടെയൊക്കെ കുത്തക. ഓടാ. പാപ്പച്ചായ, ഇറങ്ങാൻ ഇവിടെ നിന്ന്. ഇത് ഞങ്ങളുടെ വീടാണ്. ഇവിടെ നിന്ന് ഞങ്ങളെ ആക്ഷേപിക്കാനാണ് പാപ്പച്ചായൻ വന്നത്? ചിന്നമ്മേ, ഞാൻ ഒന്നും പറയണ്ട. ഞങ്ങളിവിടെ സന്തോഷമായി കഴിയുന്നു. പാപ്പച്ചായൻ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ? നീ തന്നെയാണോ ഇത് പറയുന്നത്? അതെ, പാപ്പച്ചായന്റെ ചിന്നമ്മ തന്നെയാ പറയുന്നത്. നിന്റെ സുഖത്തിൽ പങ്കേരാനല്ലേ ഞാൻ വന്നത്. നിങ്ങളുടെ കാറിലും ബംഗ്ലാവിലും കയറി നടക്കാനുള്ള കൊതിയും എനിക്കില്ല. ഞാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ കലഹമുണ്ടാക്കാൻ ഞാൻ ഇനിയും വരില്ല, ഒരിക്കലും വരില്ല. എന്റെ പാപ്പച്ചായ, താണ നിലത്തെ നീരോട് പാപ്പച്ച. നമ്മൾ പാവങ്ങളാണ്. നമുക്കൊരു ചതി പറ്റി. നമ്മൾ ഇനി ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതിന്റെ ഫലവും അവൾ അനുഭവിക്കണം. ഞാൻ എന്ത് ചെയ്യുന്ന അപ്പച്ചനി പറയണത്? നീ തെറ്റ് ചെയ്തു. നീ തന്നെ ചെന്ന് അവളെ വിളിച്ചുകൊണ്ടുവരും.
എങ്ങനെ വളർത്തിയ പെണ്ണാണ് ഇങ്ങനെ ആയിത്തീരുന്നു ആരെങ്കിലും വിചാരിച്ചു? എനിക്കവിടെ ഒരു വഴക്കുമുണ്ട്. അവളോട് കഴിഞ്ഞതിനെ കുറിച്ചാണ് എനിക്ക് വിഷമം. ഏതായാലും വന്നതൊക്കെ വന്നു. ഇനി അങ്ങനെ ആലോചിച്ചാൽ ഒക്കോ? കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിനെ വിരുന്നിന് കൊണ്ടുവന്നില്ലെന്നും പറഞ്ഞ് ആളുകൾ ഓരോന്ന് പറയാൻ തുടങ്ങി. ഞാൻ ഇനി അവിടെ പോകില്ല. അപ്പച്ചൻ തന്നെ അവരെയും കൊണ്ടുപോയി. ചിന്നമ്മയുടെ അടുത്ത് നിന്നും ഒരിടത്തും പോരുത് കേട്ടോ. ഞാൻ പോകില്ല. ചിന്നമ്മ പറയുന്ന പോലെ ഒക്കെ കേൾക്കണം. തോക്കം നോക്കിക്കളാ സണ്ണിച്ചനെ, ഞാൻ ഒരിടത്തും വിടില്ല. ഇവിടുന്ന് പോണേലും സുഖമായിട്ട് മോനെ ഇവിടെ കൊണ്ടുവന്ന് ആക്കൂ. മകളെ വേഗം തിരിച്ചു വരണം കേട്ടോ. വലിയമാപ്പിളെ ചിന്നമ്മയാണ് ഇവിടത്തെ കൂട്ടുകാരി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മക്കളെ അപ്പന് സ്തുതി പറ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സമാധാനമായിട്ട് പോയിട്ട് വരും. എത്ര കാലമായി ഈ വീട്ടില് ഇങ്ങനെ ഒരു പൊട്ടിച്ചിരി കേട്ടിട്ട്. ചിന്നമ്മ പോയപ്പം ഈ വീട് ഉറങ്ങിപ്പോയി. ഇനിയും പാപ്പച്ചന്റെ പഴയ തല്ലും കുത്തും ഒക്കെ തുടങ്ങാവുന്നു. ചിന്നമ്മയെ തല്ലാൻ കുത്താമെന്ന് ഞാൻ സമ്മതിക്കില്ല. ചിന്നമ്മേ, സണ്ണി ഇങ്ങോട്ട് വന്നേ. എന്താ സണ്ണി ഇത്? ചിന്നമ്മയല്ലേ പറഞ്ഞത് ഇവിടെ നമ്മൾ ആരും ഉപദ്രവിക്കില്ലെന്ന്. പാപ്പച്ചൻ ചിന്നമ്മയെ തല്ലുവോ? ഇല്ല സണ്ണി, അവരൊക്കെ നല്ല ആളുകളാണ്. ചിന്നമ്മ നുണ പറയുകയാണ്. എല്ലാം തലവിരിയാണോ? തലയിലെടുത്ത് തൂത്താ പോവോ? ചേട്ടൻ സമാധാനായിട്ടിരി. എന്തെങ്കിലും ഒന്ന് കാണാതെ കർത്താവ് വല്ലതും ചെയ്യുവോ? അവക്കടെ പ്രാർത്ഥന കർത്താവ് കൈക്കൊള്ളൂ. അപ്പോഴേ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. എന്തൊരു വിധിയാണ് ഇതിന്റെ കർത്താവ്. അപ്പച്ചെന്ന് വെറുതെ ഇരിക്കാം. ഇനി നമ്മുടെ വിഷം കൂടി കാണിച്ച് അവളെ സങ്കടപ്പെടുത്തണം. ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഓ നല്ല ഫസ്റ്റ് സ്ഥലം. പോത്തിന് ഇഷ്ടായി. ദാ ഒരു പക്ഷി. സണ്ണിയുടെ വീടിനേക്കാൾ എത്രയോ ചെറുതാണ് ഞങ്ങളുടെ വീടല്ലേ? അതിനെന്താ, ഇവിടെ മാത്യൂസും സോഫിയും ഇല്ലല്ലോ. ദാ നോക്കൂ. പാടത്ത് കൊയ്ത്തിന് വന്നപ്പ കണ്ടു നിന്നെ ഞാൻ കാക്കക്കരമ്പി. ഉണ്ടോ പാടത്ത് കൊയ്ത്തിന് വന്നപ്പ കണ്ടു നിന്നെ ഞാൻ കാക്കക്കരമ്പി. വെള്ളപ്പരലിന്റെ ചേലുള്ള കണ്ണും വെള്ളരി പൂപൂത്ത തത്തമ്മ ചുണ്ടും. വെള്ളപ്പരലിന്റെ ചേലുള്ള കണ്ണും വെള്ളരി പൂപൂത്ത തത്തമ്മ ചുണ്ടും. കണ്ടു നിന്നെ ഞാൻ കാക്കക്കരമ്പി, കാക്കക്കരമ്പി, കാക്കക്കരമ്പി. കണ്ടേ ഏയില താമര പൂത്തത് കണ്ടേ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടേ ഏയില താമര പൂത്തത് കണ്ടേ. അമ്പലച്ചാലിലെ പാടം നിറച്ച് ആമ്പല് പൊട്ടി വിരിയണ കണ്ടേ. അമ്പലച്ചാലിലെ പാടം നിറച്ച് ആമ്പല് പൊട്ടി വിരിയണ കണ്ടേ. കണ്ടു ഞാൻ എന്റെ പൂവണിമാരാ, പൂവണിമാരാ, പൂവണിമാരാ. അന്തിക്ക് മാടത്തിൽ ആളില്ല പെണ്ണെ, അന്തിത്തിരി വയ്ക്കാൻ ആളില്ല പൊന്നെ. അന്തിക്ക് മാടത്തിൽ ആളില്ല പെണ്ണെ, അന്തിത്തിരി വയ്ക്കാൻ ആളില്ല പൊന്നെ. അത്തിമരത്തിലെ മിന്നാമിനുങ്ങ് ഇത്തിരി വെട്ടം തെളിച്ചു തരില്ലേ. അത്തിമരത്തിലെ മിന്നാമിനുങ്ങ് ഇത്തിരി വെട്ടം തെളിച്ചു തരില്ലേ. ആവണി വെട്ടത്ത് കാവല് നോക്കാൻ പോകുമ്പോ മാടത്തിൽ ആളില്ല പെണ്ണെ. ആവണി വെട്ടത്ത് കാവല് നോക്കാൻ പോകുമ്പോ മാടത്തിൽ ആളില്ല പെണ്ണെ. അയലത്തെ മാമിയും പിള്ളേരുമില്ലേ, കുയിലനും തേവനും കൂട്ടുവാരില്ലേ. അയലത്തെ മാമിയും പിള്ളേരുമില്ലേ, കുയിലനും തേവനും കൂട്ടുവാരില്ലേ. വെറ്റമുറുക്കാൻ എടുക്കുമ്പോ വന്ന് ഞെട്ട് കളഞ്ഞ് തരാനില്ലൊരാള്. വെറ്റമുറുക്കാൻ എടുക്കുമ്പോ വന്ന് ഞെട്ട് കളഞ്ഞ് തരാനില്ലൊരാള്. കുറ്റവരാരൊരുമില്ലെങ്കിലെന്നും ഒറ്റയ്ക്കു പാർക്കാൻ കൊതിക്കുന്നതെന്തേ. കുറ്റവരാരൊരുമില്ലെങ്കിലെന്നും ഒറ്റയ്ക്കു പാർക്കാൻ കൊതിക്കുന്നതെന്തേ.
അക്കാര്യമാണടി കാക്കക്കറമ്പി ഇക്കണ്ട നേരം പറഞ്ഞോണ്ട് വന്നേ. അക്കാര്യമാണടി കാക്കക്കറമ്പി ഇക്കണ്ട നേരം പറഞ്ഞോണ്ട് വന്നേ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടേ, ഏയിലെ താമര പൂത്താലി കണ്ടേ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടേ, ഏയിലെ താമര പൂത്താലി കണ്ടേ. വലിയവട്ടത്തെ കൃഷി ഇത്തവണ പൂട്ടി പൊടിച്ചിട്ടുണ്ട്. ഒക്കെ ചോദ്യപ്പതിന്റെ മിടുക്കാണ്. അവന്റെ തന്തയോ മുട്ടും മിടുക്കനായിരുന്നു. കേട്ടിട്ടുണ്ട്. അവന്റെ അമ്മാടൊക്കെ ഒന്ന് പുതുക്കി പണിഞ്ഞു കൊടുക്കണം അച്ഛൻ നായരെ. പാവം, അവന് തൃപ്തിയായിരിക്കും. അല്ല കൊച്ചുമോളെയോ, വരൂ. അച്ഛൻ നായർ ഇവിടെ ഇരിക്കണം. എപ്പ വരാം. വന്നു മോഷ്ടിക്കാനും തുടങ്ങിയോടാ. ഇടാ, നിനക്കൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്നത്. അല്ല, മരിക്കുമ്പോ എനിക്ക് കൊണ്ടുപോകാനും പറ്റുമല്ല. ബോധമുള്ളതായിട്ട് എനിക്ക് ഒരു മകനേ ഉള്ളൂ. അവനാണ് ഈ കൃത്യം ചെയ്യുന്നത്. ഞാനിത് നീ ഒന്നും പറയണ്ട. എടാ, നിനക്കെന്തോ നാണ്ടാ ഇവിടെ ഇല്ലാത്തത്? നിനക്ക് ഉണ്ണാനില്ലേ, ഉടുക്കാനില്ലേ? നിന്റെ ഭാര്യയ്ക്ക് കുഞ്ഞിനൂടെ എന്താണ്ടാ ഒരു കുറവ്? അവർക്ക് ആഹാരമില്ലേ, ആഭരണമില്ലേ? എടാ, നിന്റെ അപ്പൻ നിന്നെ എന്തിനാണ്ടാ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്? നിന്നെ കുടിക്കാൻ മാത്രം ഞാൻ പണം തരുന്നില്ല അല്ലേടാ? ഞാൻ കുടിക്കാറൊന്നുമില്ല. നീ കുടിക്കാറില്ല അല്ലേ? എടാ, ഇന്നലെ രാത്രി നീ കുടിച്ചോണ്ട് വന്ന് ആ അച്ഛനാരുമായിട്ട് വഴക്കൂടി എന്തിനാടാ? അത് അങ്ങനെ കുറച്ച് പണം ചോദിച്ച് തരാനിട്ടാ. പണം ചോദിച്ചിട്ട് തരാനിട്ടു? എടാ, നിന്റെ അപ്പനെക്കാളും നിന്നെ സ്നേഹിക്കുന്നവനാണ് അയാള്. അയാൾക്ക് ഇവിടെ ഒന്നും കൊണ്ടുപോകാനില്ല. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നീ തന്നെ വെച്ചോ, നിന്റെ ഇഷ്ടം പോലെ ചെയ്. എടാ, നിന്റെ ചോരയിൽ പറഞ്ഞ മോനാണിവൻ. നീ ഇന്ന് നിന്റെ അപ്പന്റെ അലമാരയിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത് ഇവൻ കണ്ടോണ്ട് നിൽക്കുകയാണ്. നാളെ അവൻ നിന്റെ അലമാരയിൽ നിന്ന് പണം മോഷ്ടിക്കുമോ? നീ ഇവനോട് എന്ത് സമാധാനം പറയൂടാ? എടാ, എന്ത് സമാധാനം പറയുമെന്ന്? ആ മോനെ, എവിടെ പോയിട്ട് എന്തിനടി? കെട്ടിയോൻ കിറുക്കനാ. എന്നാൽ എന്താ, പണ്ടത്തെ പെണ്ണാണോ? കണ്ടില്ലേ ഉരുണ്ട് കൊഴുത്തിരിക്കുന്നത്? എന്റെ കർത്താവേ, പോത്താ, ഞാൻ കത്തിച്ചേരാൻ പോത്താ. മേഡം, അപ്പച്ചാന്റെ ബീഡിയാണ്. ഉരുളം പോരാ. ആ വരുന്നേ നമ്മുടെ ആ വട്ടിന്റെ പെണ്ണല്ലേ? ഓ അതെ, ആ സുന്ദരി കോ തന്നെ. ഇവിടെ ഒന്നും ആണുങ്ങളില്ലാഞ്ഞിട്ട് തിരക്കി പിടിച്ചതാ. ഇപ്പൊ കണ്ടോ? എടാ, എന്നിട്ടാ നേർച്ചയ്ക്ക് വല്ല കുറവുണ്ടോ? അല്ല, കൊച്ചോടുകൂടിയാണെങ്കിലും ഞാനേറ്റു. നീ അറിഞ്ഞില്ലേ ആ കിറുക്ക പഴിച്ചേറിന്റെ പിറകെ തീ വെച്ചു? ചിന്നമ്മേ, ഞാൻ ഒന്നും ചെയ്തില്ല ചിന്നമ്മേ. ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ സണി, ഞാൻ പോവുകയാണ് പാപ്പച്ചേ. നിങ്ങളുടെയൊക്കെ നൊമ്പരം ഞാൻ മനസ്സിലാക്കുന്നു. അതൊന്നും സാരമില്ല നീത്തി. നിന്റെ നൊമ്പരം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. കർത്താവ് എനിക്ക് തന്ന കുരിശ് ഞാൻ തന്നെ ചുമന്നോളാം. എല്ലാരും എന്തിനു നേർന്നു? അപ്പച്ച, ഞാൻ പോവുകയാണ്. വിരുന്നുണ്ണാൻ വന്നിട്ട് ഇങ്ങനെയാണല്ലോ പോകുന്നതെന്ന് കരുതരുത്. അദ്ദേഹത്തിന്റെ അസുഖം മാറുന്ന ഒരു ദിവസം ഉണ്ടാകും. അന്ന് ഞങ്ങൾ വരാം. സന്തോഷത്തോടുകൂടി അന്ന് എനിക്ക് ഈ വീട്ടിൽ വന്ന് നിൽക്കാമല്ലോ. ചിന്നമ്മേ, നമുക്കിവിടെ നിന്ന് പോകണ്ട ചിന്നമ്മേ. ഞാൻ ഇനി ഒരു ശല്യം ഉണ്ടാക്കില്ല ചിന്നമ്മേ. വേണ്ട സണ്ണി, നമുക്ക് പോകാം. ഇല്ല, ഞാൻ വരൂല്ല. പാപ്പച്ചായ, ഒന്ന് പറയൂ പാപ്പച്ചായ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് പോയാ പോരെ ചിന്നമ്മേ?
വേണ്ട പാപ്പച്ച, ഞങ്ങളിപ്പോൾ പോകുന്നതാണ്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവേ, ഈ കയ്പുനീര് മുഴുവൻ എന്തിനെന്റെ മോൾക്ക് കൊടുക്കും? അപ്പ எல்லாம் புதுமுகங்களை போட்டு எடுக்கலாம்னு இருக்கேன். நேற்று ராசியை பார்த்தேன். உங்க பொண்ணை பத்தி பிரமாணமா வர்ணனை பண்ணேன். அவளே போட்டுடலாம்னு வந்துட்டேன். പറഞ്ഞതല്ലോ മനസ്സിലായോ? പുതുമുഖങ്ങളെ കൊണ്ട് തന്നെ ഒരു മലയാള പടം എടുക്കണമെന്നാണ് മുതലാളിയുടെ ഉദ്ദേശം. അത് കൊള്ളാം. അപ്പോഴേ എനിക്കൊരു സംശയം. ഈ മലയാള സിനിമയോട് തമിഴ് ചെട്ടിയാരന്മാർക്കെന്താ ഇത്ര കമ്പം? അതായത് മുതലാളിയുടെ അമ്മ ഒരു മലയാളത്തുകാരിയായിരുന്നു. അതുകൊണ്ടാണ് ഈ മലയാള ഭാഷയോട് ഇത്രയും സ്നേഹം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ മോളുണ്ടല്ലോ, അവൾക്ക് സിനിമ എന്ന് പറഞ്ഞാൽ വലിയ കമ്പമാണ്. അവളെ കൂടെ ഒന്ന് കയറ്റി വിടാമോ? കയറ്റി വിടത്താനും വന്നിരിക്കേ. എന്താ കയ്യെ കുഞ്ഞു നീട്ടി കല്ലുകറിയാ. അല്ല, അപ്പൊ ചെട്ടിയാർക്ക് കൈ നോക്കാനും അറിയാവോ? ഏത് പുതുമുഖത്തെ കിട്ടിയാലും മുതലാളി ഒരു കൈ നോക്കും. ഓഹോ, കഴകൊക്കെ തെളിഞ്ഞു കിടക്കുന്നല്ലോ. அருமையான லட்சத்துலாம் பொருளை போறா பொங்கோ. ലക്ഷം രൂപയാണോ? അല്ല, കാർ വേലിക്ക് ഒരു കാർ മേടിക്കാനുള്ള ഭാഗ്യം തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. അപ്പോഴേ മുതലാളി, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യില്ലേ? ഓ, ഇഷ്ടംപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. இந்தாப்பா நீ உட்காரு. டெஸ்ட் டெஸ்ட்லாம் நான் பாத்துக்கிறேன். என்னம்மா கொஞ்சம் சின்ன சின்ன ചിന്ന പെണ്ണോ? അയ്യോ, എവിടെ ഇളയ ചെറുക്കനോ? അവൻ ചത്തിട്ട് 5-6 മാസമായി പോയി. சின்ன பெண் இல்லை, கொஞ்சம் மூஞ்சியை தூக்குங்கோன்னு அர்த்தம். അതായത് മുഖം അല്പം പൊക്കി പിടിക്കാൻ. ഓഹോ, ആ പൊക്കിക്കൊടു മോളെ, പൊക്കിക്കൊടു. நாடகத்துல நடிச்சிருக்கியா? ഞങ്ങളുടെ തുള്ളി വന്ന നാടകമില്ലയോ? പക്ഷേ നാടകം പോലെയല്ല സിനിമ. സിനിമ വേറെ, നാടകം വേറെ. ഇപ്പോ ഇദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു തെലുങ്ക് പടം മലയാളത്തിലാക്കുകയാണ്. അതായത് സീതാപഹരണം. അതിന്റെ സീതയുടെ ഭാഗമാണ് നമ്മുടെ എന്റെ മോളോ? എന്റെ മോള് സീതയോ? അതെ, നമുക്കൊന്ന് പരീക്ഷ കളയാം. അമ്മ സീതയായിട്ട് ഇവിടെ ഇരിക്കും. ഇരുന്നോട് മോളെ. അതായത് അശോകവനത്തിലെ സീത ചിന്താവിഷ്ടയായ സീത ഇരിക്കണം. രാവണൻ വന്ന് ഭാര്യയാകാമോ എന്ന് ചോദിക്കുന്ന ഭാഗമാണ് അഭിനയിക്കാൻ പോകുന്നത്. ഞാൻ തൽക്കാലം രാവണൻ. ராவணன் சீதா பயங்கரனல்ல, என்ன ரோல் வேணாலும் எடுப்பார். సీత ఏమిటి సౌందర్యములుడు, లోక సౌందర్యములుడు, లోകൈക സൗന്ദര്യമുണ്ട്. സീത, ഈ മഹിരാവനുടെ പട്ടമക്ഷേപത്തമിലെടുക്കും ആഗ്രഹമിലെടുക്ക. റിയാക്ഷൻ കൊടുക്കണം, റിയാക്ഷൻ. ഞാനിനി എന്താ റിയാക്ഷൻ കാണിക്കാന്? സീത സംസാരിക്കണം. അതായത് ശ്രീരാമചന്ദ്ര പരമാത്മമെടുക്കും, ഏകഭാര്യാവൃത്തമെടുക്കും. സീത പതിവ്രതാരത്വമെടുക്ക. ശ്രീരാമചന്ദ്ര പരമാത്മമെടുക്ക. സീത പതിവ്രതാരത്വമെടുക്കും. ഈ മഹിരാവനുടെ പ്രതിഭാപ്രകാശമെടുക്കും. ശ്രീരാമദക്ഷിണ ഭാരതശത്രുക്കളെടുക്കും, പത്രികമെടുക്കും. സീത ഈ മഹിരാവനുടെ പ്രതിഭാപ്രകാശമെടുക്കും. കഥല കുതല പാതാള ജഗ്ഗുര പന്നലുലോകമെടുക്കും. സീത അഭിലാഷമെടുക്ക. സീത ആഗ്രഹമില്ല. സീത நான் போய் வண்டி அனுப்புறேன். നമ്മുടെ മാഫി. ராபியாடு റാപ്പിച്ചെട്ടിയാനോ? റാപ്പിച്ചെട്ടിയാനോ? ராபியாடு ചേട്ടാ. അയ്യോ കൈവിടേത്തോടാ, കൈവിടേത്തോടാ. നമുക്ക് എന്തോരം ഉപ്പാ മോളെ ഇട്ടിരിക്കണേ. ആരാ ഇതിൽ ഇത്രയധികം ഉപ്പ് വാരിയിട്ട്? ഞാനാ. ഇതെങ്ങനെയാ മോളെ കുടിക്കുന്നത്? അപ്പഴെത്ര കഞ്ഞിവെള്ളം കൊണ്ടു കൊടുക്ക്. ഞാൻ കൊടുത്താലേ അങ്ങക്ക് കയ്ക്കും. എന്താ സോഫി അങ്ങനൊക്കെ പറയുന്നത്? പുതിയ മരുമകളെ കൈ കൊണ്ട് കൊടുക്കാനിട്ടായിരിക്കും. സോഫി അതിൽ ഉപ്പിട്ടപ്പോൾ കൂടിപ്പോയി കാണും. ഇതിനു മുമ്പ് അപ്പൻ എന്നെയും വഴക്ക് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞെങ്കിൽ കേട്ടോ. എനിക്ക് അങ്ങനെ വഴക്കും പഴക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല. പെണ്ണുങ്ങളല്ലേ നമ്മള്, അടുക്കള ജോലിയും കുറേശ്ശെ പഠിച്ചിരിക്കണ്ടേ. നിങ്ങളോടൊപ്പം അടുക്കളയിൽ കിടന്നിറങ്ങാനേ എന്നെ കിട്ടൂല. ഞാൻ പറയുന്നത് സോഫിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ പറയണ എനിക്ക് മനസ്സിലാക്കാവുന്നില്ല.
കുരിശുമണി അടിക്കുന്നത് കേട്ടില്ലേ? ചിന്നമ്മേ പോത്തനെ ഞങ്ങൾ തോപ്പിച്ചല്ല. മതി കളിയൊക്കെ പോതാ. എഴുന്നേറ്റ് കുരിശ് വരച്ചേ. ഒക്കെ വെള്ളമാണ്. വെള്ളം വെള്ളമാണ്. കളി മുമ്പേ വെക്കൂ. പെങ്ങള് വഴക്ക് പറയും. നമ്മളെ പിണങ്ങ ഈ വീട്ടിൽ ആരാടാ ഉള്ളത്? ആ മുതുക്കൻ നായര്. ആ പിശാച് അവൻ എവിടെയുണ്ട്? ഓ നരൻ. അളിയ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഞാൻ അങ്ങനെ നിൽക്കുകടാ. മലയാടാ മല. എന്തിനാ അസൂ വരുന്നത്? ജയമോനെ കുരിശ് വരച്ചോ? ഇല്ല. ആ നുണ പറയാത്ത കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ പോകും. ആ എല്ലാരും മുട്ടുകുത്തി. ഓഹോ ഇതും തുടങ്ങിയ. എനിക്ക് എന്റെ അനുവാദം വേണം. എന്ന് പതുക്കെ പറയണേ. അടുത്ത മുറിയിൽ പ്രാർത്ഥന എത്തിക്കുകയാണ്. പ്രാർത്ഥന എത്തിച്ചാ എനിക്ക് എന്നെ പേടിയാ. ഇന്ന് ഞങ്ങളുടെ സമാജത്തിന്റെ ആനിവേഴ്സറിയാണ്. ഒന്നിച്ചു പോണെന്ന് കരുതിയിരിക്കായിരുന്നു. വന്നിരിക്കുന്ന വരവ് കണ്ടില്ലേ? നീ കുടിക്കാറില്ല ഇല്ലേടാ? കഴിഞ്ഞ ദിവസം എന്റെ മുഖത്ത് നോക്കി നീ കള്ളം പറഞ്ഞു കുടിക്കില്ലെന്ന്. നിനക്ക് എങ്ങനെടാ ഈ ധൈര്യം ഉണ്ടായത്? ഞാൻ കുടിക്കുന്നോണ്ട് അപ്പനൊന്നും ഇല്ലല്ലോ. എന്ത് പറഞ്ഞടാ നീ? എനിക്കൊന്നും ഇല്ലെന്നോ? ഒന്നുകൂടെ പറയടാ. ഇടാ, നിന്റെ അപ്പൻ ഇതുവരെ കുടിച്ചിട്ടില്ല. നിന്റെ അപ്പന്റെ അപ്പൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഈ കുടുംബത്തിൽ ഇതുവരെ ആരും കുടിച്ചിട്ടില്ലടാ. ആരെയും പേടിക്കാനില്ലെങ്കിൽ പെരയുടെ തൂണിനെങ്കിലും പേടിക്കണപ്പെടാ ദ്രോഹി. ഞാൻ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ ചെയ്യും. അത് എന്റെ ഇഷ്ടം. ആരാ ചോദിക്കാൻ? ഞാൻ ചോദിക്കുമെടാ. നിന്റെ അപ്പൻ അപ്പന്റെ പാട്ടും തിന്നോണം. എന്താ മധ്യ ചെയ്ത്? ഇങ്ങനെയാണ് ഒരു മകൻ അപ്പനോട് പെരുമാറേണ്ടത്. അത് നീ നിന്റെ കിറുക്കിന് ഉപയോഗിച്ചാ. അപ്പ ഇങ്ങോട്ട് വന്നേപ്പാ. വിഷമം ഉണ്ടാവരുത്. ഇതൊക്കെ അവരെ കാള കളിച്ച് നടത്തിയിട്ടാണ്. കുറച്ചുകൂടെ ചുമതല ഏൽപ്പിക്കണം. അപ്പൊ അവിടെ പലതും താനെ മാറിക്കോളും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഓരോ പ്രായത്തിലും ഓരോ തോന്നിയാസങ്ങള് കുട്ടികൾ കാണിക്കും. അതൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. കുറെ ഉത്തരവാദിത്വബോധവും ചുമതലാബോധവും ഒക്കെ വരുമ്പോ അവർ തനി ശരിയായിക്കോളും. അച്ഛൻ നിനക്ക് ഭ്രാന്തുണ്ടോ? ഇതൊക്കെ അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്ത് സമാധാനം വിചാരിച്ച ഇവിടെ കഴിയുന്നത്? അങ്ങനെയല്ല. നമ്മള് അഥവാ ഒരു 10 ദിവസം കിടന്നു, ഇതൊക്കെ ആരാ നോക്കുക? അവരല്ലേ? നോക്കും. കേട്ടോ അച്യുതൻ നായരെ, മുതലാളിയാണെന്നും പറഞ്ഞ് ഞാൻ ഇന്നിതുവരെ എന്റെ വേലക്കാരിൽ നിന്നും മാറി നിന്ന് ശീലിച്ചിട്ടില്ല. മഴയത്തും വെയിലത്തും അവരോടൊന്നിച്ച് പാടത്തിറങ്ങി നിന്ന് പണി ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. ഇവനെയൊക്കെ അങ്ങോട്ട് അയച്ചാല് ഉടനെ അവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് മുതലാളി ചമയും. അതൊന്നും സാരമില്ലെന്ന്. ഏതായാലും മാത്യുസിനെ വിളിച്ച് പറഞ്ഞാട്ടെ. നാളെയാണ് ആര്യം പാടത്തെ കൊയ്ത്ത്. പാടത്തൊന്ന് നിൽക്കട്ടെ. എന്നാ അച്യുതൻ നായരുടെ ഇഷ്ടം. എന്നാ ഞാൻ അങ്ങോട്ട് പോണ വഴിക്ക് ആ പാർവത്യാരെ കൂടെ ഒന്ന് കണ്ടേക്കോ. മാത്യൂസിനോട് ദേഷ്യപ്പെടണ്ട. അല്ല, ഇതാരാ? ഇരിക്കെ. പെട്ടെന്ന് പോരേണ്ട ഒരു കാര്യമുണ്ടായി. ഇത് കെടാമംഗലത്തുകാരനൊരു വൈദ്യരാണ്. വൈദ്യ ശിരോമണി മാധവൻ വൈദ്യരെന്നാണ് എന്റെ പേര്. പിന്നെ ഇവിടുത്തെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞതാണെന്നും പറഞ്ഞ് ചിന്നമ്മ പെണ്ണ് എനിക്കൊരു കത്തയച്ചിരുന്നു. പിടിച്ച പിടിയാതെ ഞാൻ വൈദ്യനെ കൊണ്ട് ഇങ്ങ് പോരേരുന്നു. ഭ്രാന്തിന് വലിയ പേര് കേട്ട ആളാണ് ഞാൻ. വളരെ സന്തോഷം. കേട്ടോ വൈദ്യരെ, പല ചികിത്സകളും നോക്കി.
അവനെ നോക്കാത്തൊരൊറ്റ വൈദ്യൻ ഇവിടെ ബാക്കിയില്ല. നേർച്ചയും കാഴ്ചയും വയ്ക്കാത്ത പള്ളിയുമില്ല. എന്നിട്ടെന്താ? ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കിക്കളയാം. പക്ഷേ എനിക്ക് ആളെ ഒന്ന് കാണണം. എന്താ നിങ്ങൾ അങ്ങോട്ട് ചെല്ലും? ഇപ്പൊ എന്നെ കാണാൻ നല്ല ശേലുണ്ട് അല്ലേ ചിന്നമ്മേ? മിടുക്കനായിരിക്കുന്നു. ഇതുപോലെ വേണം എപ്പോഴും നടക്കാൻ. ഇത് ആരാണെന്ന് നോക്കിയേ മോളെ. ആ അപ്പച്ചനോ? ഈശോ മിശിക്ക് സ്തുതിയായിരിക്കട്ടെ. പാപ്പച്ചായൻ വന്നില്ലേ അപ്പച്ച? ഇല്ല മോളെ, ദേ നീ എഴുതിയിരുന്ന വൈദ്യനാണ്. ഇതാണ് നമ്മുടെ ആള്. ആള് മിടുക്കനാണല്ലോ. ഇങ്ങനെ ഭയന്നാലോ? ഇങ്ങോട്ട് എഴുന്നേൽക്കുന്നു. വൈദ്യരൊന്ന് നോക്കട്ടെ. അപ്പച്ചനാ സുഖമില്ലാത്തത്. എന്ത് പനിയും വിഷമാണെന്നറിയാമോ? മോന്റെ പേരെന്താ? സണ്ണി. ഇത് ചിന്നമ്മ. ചിന്നമ്മ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം. അസുഖം മാനസികമാണ്. ഞാനൊരു കഷായത്തിന് കുറിച്ച് തരാം. വൈദ്യർക്ക് എന്തോ തോന്നുന്നു. ഇതൊന്നും സാരമില്ലെന്ന്. ഇതുപോലെ പത്തനംതിട്ട പണ്ട് ഞാനൊരു കേസിന് പോയി. ഇത് തന്നെ പ്രായവും പ്രകൃതവും. 1 മാസത്തെ കഷായവും 7 ദിവസത്തെ ധാരയും. ചെറുക്കൻ പഴയതിനും കയറി അങ്ങ് മെച്ചപ്പെട്ടെന്ന്. ഇത് ഞാൻ ശരിപ്പെടുത്തി തരാമെന്ന്. ആകാശത്തമ്പലമുറ്റത്ത് പെണ്ണുങ്ങൾ വിളക്കു വെക്കണതൊളിഞ്ഞു നോക്കി തപസിരിക്കണ സന്യാസി, പൂച്ച സന്യാസി. ആകാശത്തമ്പലമുറ്റത്ത് പെണ്ണുങ്ങൾ വിളക്കു വെക്കണതൊളിഞ്ഞു നോക്കി തപസിരിക്കണ സന്യാസി, പൂച്ച സന്യാസി. ആകാശത്തമ്പലമുറ്റത്ത് പെണ്ണുങ്ങൾ കാറ്റിൽ കരിയില പല്ലക്കിൽ വേലിക്കലൊന്നു വരാമോ നീ, കാറ്റിൽ കരിയില പല്ലക്കിൽ വേലിക്കലൊന്നു വരാമോ നീ, ഉണ്ണിപ്പുരയിലെ പെണ്ണിനോടൊപ്പം മാപ്പിളയായിട്ടിരിക്കാമോ. ആകാശത്തമ്പലമുറ്റത്ത് പെണ്ണുങ്ങൾ വിളക്കു വെക്കണതൊളിഞ്ഞു നോക്കി തപസിരിക്കണ സന്യാസി, പൂച്ച സന്യാസി. ആകാശത്തമ്പലമുറ്റത്ത് പെണ്ണുങ്ങൾ. അപ്പൂപ്പൻ താടി വിതാനിച്ച് പൊന്നിട്ടിരുത്താം പൂപ്പന്തൽ, ചന്ദം ചാർത്തിയ ചെക്കന്നു ചൂടാൻ ചെത്തിപ്പൂക്കുട മുത്തുക്കുട, കാക്ക പൊന്നിൻ മോതിരവും തൂവെള്ളിയില തൂവാല, കോടിയുടുക്കാൻ 50 കുത്ത് ചെന്തിങ്ങോല കൊടുത്തോല. ആകാശത്തമ്പലമുറ്റത്ത് പെണ്ണുങ്ങൾ വിളക്ക് വെക്കണതൊളിഞ്ഞു നോക്കി തപസിരിക്കണ സന്യാസി, പൂച്ച സന്യാസി. ആകാശത്തമ്പലമുറ്റത്ത് പെണ്ണുങ്ങൾ. കഥകൾ പറഞ്ഞു തരാം, മുത്തം തന്നു ചിരിപ്പിക്കാം, പൊന്നൂഞ്ഞാലില് പള്ളിയിരുത്തി പാടി പാടിയുറക്കിക്കാം. മുത്തശ്ശി കഥകൾ പറഞ്ഞു തരാം, മുത്തം തന്നു ചിരിപ്പിക്കാം, പൊന്നൂഞ്ഞാലില് പള്ളിയിരുത്തി പാടി പാടിയുറക്കിക്കാം. സോഫിക്കൊരു സമ്മാനവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് പറയാമോ? അതാലോചിച്ച് എന്റെ ബുദ്ധി ഞാനെന്ത് കളയുന്നത്? എന്നാലും എന്താണെന്ന് പറയൂ. അറിയാമല്ലോ. ഓ എനിക്കറിയണ്ട. ദേ ഇത് അപ്പൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. കിട്ടിയത് കൊള്ളാം, എനിക്കെന്താ? സോഫിക്ക് നന്നായിട്ടിണങ്ങും. എപ്പോഴും പുറത്തേക്ക് പോകാറുള്ളത് സോഫിയല്ലേ, ഞാനാണെങ്കിൽ എങ്ങും പോകാറില്ലല്ലോ. എവിടെയെങ്കിലൊക്കെ പോണം. ആര് വേണ്ടാന്ന് പറഞ്ഞു? സോഫി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? വെറ്റേമ്പാക്കും വെച്ച് തൊഴണോ? ഇതാ സോഫി വെച്ചോളൂ. ഒരു
തന്നിട്ട് വേണ്ട എനിക്ക്. നല്ലപോലെ നെല്ലും തേങ്ങയുള്ള വീട്ടിൽ ജനിച്ചതാ ഞാൻ. ഇതൊക്കെ ഒത്തിരി കണ്ടു കളഞ്ഞോളാം ഞാൻ. എന്തൊരു വെയില്, മനുഷ്യൻ ഉരുകി പോകുമല്ലോ ചെന്നേരെ. ആ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് ഇങ്ങനെ ഉരുകിയും വെയിലും കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. എനിക്ക് വയ്യ ഈ വെയിൽ കൊള്ളാൻ. ഇപ്പോഴേ ഉള്ളു വെയില്. 3 മണി കഴിയട്ടെ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതെ അതെ, കാറ്റ്. ഏതായാലും നാളെ മുതൽ ഞാനില്ല ഈ പണിക്ക്. 2 ദിവസം കൂടെ വന്ന് നോക്കിയാട്ടെ. പിന്നെ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞ കുഞ്ഞു പോവില്ല. ആ അച്ഛനേരം അങ്ങോട്ട് ചെല്ല, ഞാൻ ആ മാടത്തിലിരിക്കാം. ചെന്നാട്ടെ, വെയിൽ കൊള്ളണ്ടല്ലോ. ഞാനെന്നാ ഇത് കുടിക്ക സണ്ണി. കഴിക്കും. ഇച്ചിരി കഴിക്കട്ടെ, സൂക്കേട് മാറണ്ടേ. എനിക്ക് സോക്കേടൊന്നുമില്ല. അപ്പനല്ലേ സോക്കേട്, അപ്പം കുടിക്കട്ടെ. കുടിക്ക് മോനെ, കുടിക്കേ. സുഖക്കേട് ഭേദമായ അപ്പനും മോനും ചിന്നമ്മയ്ക്കും കൂടി ഭ്രാന്തം കുരിച്ച് മുത്തപ്പന്റെ പള്ളിയിൽ പോകാം. പോത്തിനെയും കൊണ്ടുപോകണം. കൊണ്ടുപോകാം. ദാ, എനിക്ക് വേണ്ട ചിന്നമ്മ. കുടിയാ, അപ്പനാണ് പറയുന്നത്. കുടി. അപ്പൻ പോയിട്ട് ഞാൻ കുടിപ്പിച്ചോളാം. കുടിച്ചില്ല. ചിന്നമ്മേ, എന്നോട് മിണ്ടണ്ട. ഞാൻ കുടിക്കാൻ ചിന്നമ്മേ. നമ്മളിപ്പം വെള്ളത്തിലാണ്, കരയ്ക്കാണ്. കളി പറയാനല്ല, നമ്മളിപ്പോ വെള്ളത്തിലാണ്. മാനുഷ, നീ വെള്ളമാകുന്നു, വെള്ളത്തിലേക്ക് ഇവ കൊള്ളാവടാ. ചീമക്കാരൻ തോറ്റു. അതാണ് അപ്പൊ പാടത്ത് വെയിലത്ത് കേറാൻ. ആശാനെ കാവലോട്ടായിരിക്കും പോകുന്നതല്ലോ. എന്താ ഇത്? അറിഞ്ഞിട്ട് ഇപ്പൊ എന്തോ വേണം? കേട്ടോ കളിയാവും പറഞ്ഞു. എന്താ ചോദ്യത്? ഒരു ബലം കറ്റയാ കൊച്ചമ്പ്ര. എങ്ങോട്ട് കൊണ്ടുപോകണു? അടിയങ്ങൾക്ക് പതിവുള്ളതാണ്. ആ പഴയ പതിവെല്ലാം ഇന്നത്തോടെ നിർത്തിയിരിക്കുന്നു. കറ്റ കൊണ്ടുപോയി തിരിച്ചിട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അടിയങ്ങൾക്ക് കാലാകാലമായിട്ട് പതിവുള്ളതാണ്. കട്ടതും പോരെ, കള്ളൻ ഇനി അവകാശവും അളിയൊന്ന് അടിക്കോ? പുള്ളിക്കും ചോദ്യന് ഇന്നുവരെ ആരും കള്ളാന്ന് വിളിച്ചിട്ടില്ല. വിളിച്ചാൻ എന്തോ ഇവിടെ ഒന്നുകൂടി വിളിച്ചു നോക്ക്, അപ്പൊ കാണാം. എന്ത് നോക്കി സാമ്പ്രായി കാണിച്ചത്? നീ ചോദിക്കാൻ വന്നിരിക്കാനാ? ചോദിച്ചാൽ എന്താ തല കൊയ്യൂ? വല്ലതും മാറ്റി പിടിക്കും. എന്നാന്ന് കാണട്ടെ. ഞാനും കൊച്ചമ്പ്രാനുള്ള കാര്യം അത് നിങ്ങൾക്ക് തലയിടേണ്ട ആവശ്യം എന്താ? എന്ത് പറ്റി മറ്റേച്ച? എന്ത് പറ്റി? എന്താ ചോദി? ഒന്നുമില്ല തമ്പ്ര. പിന്നെ എന്താന്ന്? ഒന്നുമില്ല. കൊച്ചമ്പ്രാനെ വിളിച്ചോണ്ട് പോകണം, അല്ലെ പല പിള്ളേരെ തല്ലു കിട്ടുമോ? നീ പോടാ, തല്ലുകാരി വന്നിരിക്കണോ? ഒക്കെ ഞാൻ നോക്കണം. പൊക്കോളൂ. പോരെ, നീയും തുടങ്ങിയോ ഈ ശല്യങ്ങളെല്ലാം? തമ്പുരാൻ വന്നത് നന്നായി. വയസ്സായില്ലേ, നല്ല കാര്യങ്ങൾ ചെയ്യൂ. പൊക്കോളൂ, വീട്ടിലേക്ക് പൊക്കോളൂ. മറ്റേ ശിവ ഓരോ പരുവത്തിൽ ഓരോ ബുദ്ധി. ഇനി തന്നെ ഒന്ന് ചാട്. ഞാൻ ചാടി വീണ പോലെ കൃത്യമായി ചാടി വീഴാൻ ഒരു സമ്മാനം തരാം. നീ പിഴുതാ ഒരു കൊയല് മാറ്റി തരുമോ? എങ്ങനെ ഞാൻ ചാടാം? പൊണ്ണത്തടിയാ, നീ ചാടണ്ട. തട്ടിച്ചാ സൂക്ഷിക്കണം, അവൻ ആളെ കൊല്ലിയ. ജിമ്മി, ഞാൻ ചാടും. എനിക്ക് സമ്മാനം തരണം. തരാം. അയ്യോ സണ്ണി, ചിന്നമ്മേ, ജിമ്മി എന്നെ ഉരുട്ടിയിട്ടു. എന്താണ് ജിമ്മി കാണിച്ചത്? നിന്റെ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തോ? അത് നിങ്ങളുടെ ഭർത്താവിനാണോ? അത് ഞാൻ സഹിച്ചോളാം. ആഹാ, എന്ത് തോന്നിയാസവും കാണിക്കാമെന്നായോ? അടങ്ങി ഒതുങ്ങി കഴിയുന്നവർക്കൂടെ ജീവിക്കാനൊക്കില്ല അല്ലേ? ചിന്നമ്മേ, ഞാൻ ഒന്നും ചെയ്തില്ല. ഉരുകിപ്പോഴാണെങ്കിലേ വല്ല മുറിക്കകത്ത് വെച്ച് പൂട്ടി വെക്കണം. നിന്റെ ഭർത്താവിനോടാണ് ചെയ്തതെങ്കിൽ നീ സഹിക്കുമോ സോഫി? അതിനെ എന്റെ ഭർത്താവ് കിറുക്കനല്ല. പണം കൊതിച്ച് കിറുക്കനെ കെട്ടിയപ്പോ ഓർക്കേണ്ടിയിരുന്നു. നാം തമ്മിൽ കൈതട്ടി ഒച്ച വെച്ചിട്ട് എന്താ കാര്യം? എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ അദ്ദേഹം പാവമാണ്, സുഖമില്ലാത്ത ആളാണ്. ഒരു പുണ്യാളത്തി. നീ വേടാ ജമ്മി. അയ്യോ എന്റെ ദൈവമേ, ഞാനിത് കണ്ടില്ലല്ലോ സണ്ണി. മുതുകത്തും പറ്റിയിട്ടുണ്ട്, ഭയങ്കര നീറ്റല്.
എന്റെ മാതാവേ. ചിന്നമ്മയുടെ വിരൽ തൊട്ടപ്പോ നല്ല സുഖം. ചിന്നമ്മ ഒന്ന് ചിരിച്ചേ. എന്റെ ചിരി കാണാൻ ഇഷ്ടമാണോ? അപ്പന്റെ ചിരിയേക്കാളും പോത്തന്റെ ചിരിയേക്കാളും എനിക്കിഷ്ടം ചിന്നമ്മയുടെ ചിരിയാണ്. എന്റെ സണ്ണി, കിടന്ന് ഉറങ്ങിക്കോ. അപ്പന് ഇന്ന് നല്ല സുഖം തോന്നുന്നുണ്ട് മോളെ. സാരമില്ലപ്പ, മണി 10 ആയുള്ളൂ. ഞാൻ പിന്നെ കിടന്നോളാം. ഇല്ല, മകള് പൊക്കോളൂ. അച്ഛൻ രക്ഷി കഴിഞ്ഞേ പോകൂ. നല്ല കുട്ടി. കേട്ടോ അച്യുതൻ നായരെ, ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കാൻ ഞാൻ വൈകിക്കൂടാ. ഈ കിടപ്പിൽ നിന്നും ഞാൻ ഇനി എണീക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നും മിണ്ടാതിരിക്കൂ. ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഡോക്ടർ പറഞ്ഞത് അശേഷം കേട്ടില്ലെങ്കിലോ? ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയണതൊക്കെ ശരിയാണ്. പക്ഷെ നാട്ടുകാരുടെ വായ മൂടിക്കെട്ടാൻ കഴിയോ? മാത്യൂസിന് കിറുക്കില്ല. അവന്റെ ഭാര്യ പണക്കാരിയുമാണ്. സണ്ണിയാണെങ്കിൽ സുഖക്കേടുകാരൻ. ചിന്നമ്മ വെറും പാവും. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആ പെണ്ണ് അനാഥമായി പോകും. പറ്റുമെന്നായാലും അച്ഛനായുടെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കൂ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഞാൻ ഇതുവരെ തട്ടിക്കളഞ്ഞിട്ടുണ്ടോ? ഇത് ഞാൻ തീരുമാനിച്ചതാണ് അച്യുതൻ നായരെ, തീരുമാനിച്ചതാണ്. ഒരു വലിയ കുടുംബ വഴക്കാണ് ഇതുകൊണ്ടുണ്ടാവുക. ഉണ്ടാവട്ടെ. ഞാൻ എന്ത് വിശ്വസിച്ചിട്ടാണ് അച്യുതൻ നായരെ മാത്യൂസിനെ ഇതെല്ലാം ഏൽപ്പിക്കുന്നത്? പക്ഷേ മാത്യൂച്ചന്റെ എതിർപ്പ് ഭയങ്കരമായിരിക്കും. ധൈര്യമുണ്ടെങ്കിൽ അവൻ അവന്റെ അപ്പനെ ഒന്ന് എതിർക്കട്ടെ. ധൈര്യമുണ്ടെങ്കിൽ അപ്പനൊന്ന് എഴുതട്ടെ, നമുക്ക് കാണാം. അവളെ തക്കത്തിനും തരത്തിനും നിന്ന് കാര്യം ഒപ്പിക്കും. രണ്ടിലൊന്ന് എനിക്കിന്നറിയണം. അവള് ഭയങ്കര കള്ളിയാണെന്നേ. അപ്പന് സുഖമില്ലാതായിട്ട് അവൾ ഇതേവരെ ആ തലയ്ക്കൊന്ന് മാറിയിട്ടില്ല. നിനക്കും മാറാതെ നിൽക്കാമായിരുന്നില്ലേ? ഈ ക്ലബ് നാടകവുമായി നടന്നു. നമുക്ക് ഇനിയെങ്കിലും അപ്പനുമായി ഒന്ന് പറ്റി നിൽക്കണം. അല്ലാതെ നടക്കുമോ നോക്കട്ടെ. ഇവിടത്തെ ഉപ്പും ചോറും തിന്നു വളർന്നാണ് അടിയങ്ങൾ വളർന്നു. കൊച്ചമ്പ്രാന്റെ ബുദ്ധിമോശം അടിയങ്ങൾ കാര്യമാക്കിയിട്ടില്ല. നിന്നെ അവൻ തല്ലിയെന്ന് കേട്ടപ്പോ എനിക്കാണ് നൊന്തത് ചോദ്യം. അവന് വേണ്ടി നിന്നോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. അയ്യോ വല്യമ്പ്ര, വേണ്ടാത്തൊന്നും പറയല്ലേ. ചോദ്യം അന്ന് തന്നെ അതങ്ങ് മറന്നു. ശരി, നീ അപ്പുറത്തേക്ക് ചെല്ലേ. ചോദ്യം, ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ. എന്റെ കാലശേഷം എന്റെ മക്കള് പാടത്ത് വരും. നീ എന്നെ കരുതുന്നത് പോലെ അവരെയും കരുതണം. അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ ചമ്പ്ര. നീ ഏതായാലും അപ്പുറത്ത് ചെന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് പോ. അയ്യോ മോളെ, ചിന്നമ്മ, സണ്ണി ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയല്ലോ. എണീര് മോനെ, എണീ പോയി കിടന്ന് ഉറങ്ങി. ഞാനെങ്ങും പോണില്ല, ഞാൻ ഇവിടെ കിടന്നോളാം. അപ്പം പറയുന്നത് കേള് മോനെ. അപ്പന്റെ പുന്നാര മോനല്ലയോ? അപ്പന് സുഖമില്ലല്ലോ, ഞാനെങ്ങും പോകത്തില്ല. അപ്പനിപ്പോ നല്ല സുഖമുണ്ട് മക്കളെ, നല്ല സുഖമുണ്ട്. ഒരു കാര്യം ചെയ്യാം, അപ്പന്റെ സോക്കേട് സണ്ണിക്കുതാ, എന്നിട്ട് സണ്ണി കാട്ടിൽ കിടന്നോളാം. മോനെ, എന്റെ പൊന്നു മോനെ. എന്തിനാ അപ്പൻ കരയുന്നേ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. തൽക്കാലം ആരെയും അറിയിക്കാതിരിക്കുകയാണ് നല്ലത്. എന്തായാലും ചിഹ്നം ഇത് വാങ്ങിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയാണ്. അതെനിക്കറിയാം അച്യുതൻ നായരെ. എന്നാ ഞാനങ്ങ് ഇറങ്ങട്ടെ. അച്യുതൻ നായരെ, വക്കീൽ സാറിനെ ഒന്ന് നോക്കിയിട്ട് വരും. അതെ, മോളെ, എന്തോ? ചിന്നമ്മേ, എന്താണപ്പാ? ഇതപ്പന്റെ മരണക്കിടക്കയാണ് മോളെ. ഇനി ഇവിടെ ഒന്ന് എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയത്ത് അപ്പൻ എന്തിനാണപ്പാ ഇങ്ങനെ പറയുന്നത്? അപ്പം മുഴുവനും പറയട്ടെ മോളെ. നീ ഇങ്ങനെ രാത്രിയും പകലുമില്ലാതെ എന്നെ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോ എനിക്ക് വലിയ വേദനയാണ് കുഞ്ഞെ, വേദനയാണ്. അപ്പാ, എന്റെ മോന് വേണ്ടി നിന്റെ ജീവിതം ഞാൻ പാഴാക്കി മോളെ. അധികം സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ അപ്പ? അപ്പനൊന്നും മിണ്ടാതിരിക്കില്ല. ഓ, ഇനി മിണ്ടിയാലും
ഇന്ത്യയിലെങ്കിലും എല്ലാം ഒരുപോലെയാ മോളെ. അപ്പന്റെ ദിവസങ്ങള് അടുത്തു കഴിഞ്ഞു മോളെ. അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബം നിന്നെ ഏൽപ്പിച്ചിട്ടാണ് അപ്പം പോണത്. ദൈവം നിനക്ക് എല്ലാ സുഖവും തരും മോളെ, തരും. ഉറങ്ങിയായിരിക്കും ഇല്ലേ? ഇല്ല അച്ഛൻ നേരെ. മോളെ, അപ്പൻ എന്തെങ്കിലും കുടിക്കണ്ട. താൻ അവിടെ ഇരിക്കും അച്ഛൻ നേരെ. വേണ്ട, ഞാൻ നിന്നോളാം. എന്താ ഇത്? എന്തിനാ ഇപ്പൊ എണീക്കണത്? എന്തിനാ അച്ഛൻ നേരെ? ഇത് ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു. എനിക്കിത് ഏൽപ്പിക്കാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല അച്ഛൻ നേരെ. ഇത് ഈ വീട്ടിന്റെ താക്കോലാണ്, വെളിച്ചമാണ്. ഇത് ഞാൻ സൂക്ഷിക്കണം. ഞാനിത് മറ്റാരെ ഏൽപ്പിക്കും അച്ഛൻ നേരെ? താൻ പറയും. എനിക്കറിഞ്ഞുകൂടെ ചിന്നമ്മ ഇത് വാങ്ങിക്കില്ലെന്ന്? എന്നെ സമാധാനമായി മരിക്കാൻ അനുവദിക്കില്ല അച്ഛൻ, അനുവദിക്കില്ല. അങ്ങനെ വാങ്ങിക്കും, വാങ്ങിക്കും. ശിവ മതി, എനിക്ക് സമാധാനമായി ആശ്വാസത്തോടുകൂടി എനിക്കിനി കണ്ണടയ്ക്കാം. എന്റെ മോന്റെ അസുഖം മാറിക്കാണുവാൻ എനിക്ക് യോഗമില്ല അച്ഛൻ നേരെ. അവന്റെ അസുഖം മാറുന്ന ദിവസം എന്റെ കുഴിമാടത്തിൽ വന്ന് നിങ്ങളാ വിവരം പറയണം. അതുവരെ ഞാൻ കാത്തിരിക്കും. എന്നാലേ എന്റെ ആത്മാവ് തണുക്കോളൂ അച്ഛൻ. തണുക്കോളൂ അങ്ങനെ. എന്താ ജിമ്മി, അനിയൻ ഇത് എവിടായിരുന്നു? നമ്മുടെ ജോയ്മോനെ സ്കൂളിൽ ചേർക്കുന്ന കാര്യത്തിന് ആ ഹെഡ് മാസ്റ്റർ അച്ഛനെ ഒന്ന് കാണാൻ വന്നു. നടുവോ? കഥ കഴിഞ്ഞു. എന്ത് പറ്റി? അനിയന് വില്ലന്റെ വേഷം കേട്ടോ. എന്നാ കഥയ്ക്ക് ഞാൻ ട്വിസ്റ്റ് ഉണ്ടാക്കി തരാം. നീ ഒന്ന് കാര്യം പറയാ എന്റെ ജിമ്മി. സ്വത്ത് മുഴുവനേ ആ പെണ്ണിന്റെ പേർക്ക് എഴുതി വെച്ച് കഴിഞ്ഞു. ഏത് പെണ്ണിന്റെ പേർക്ക്? വേറെ ആർക്കാ? ആ വലിയ കയറി വന്നവളുടെ പേർക്ക് തന്നെ. ഓഹോ, അത്ര വരെ ആയോ? ആ അളിയനും പെങ്ങളും നാടകവും സിനിമയൊക്കെ കളിച്ച് നടന്നു. രണ്ടിലൊന്നും എനിക്കിന്നറിയണം. ഞാൻ ആ വീട്ടിൽ ആരാണെന്ന് ഇന്നെനിക്കറിയണം. നീ വീട്ടിൽ ആരായാലും ശരി, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനം മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് പറയുവാൻ വേണ്ടി മാത്രമാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നത്? എന്താ, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? എടാ, നിന്നെ കാണാൻ വേണ്ടി എത്ര ദിവസമായിട്ടാണ് നിന്റെ അപ്പനായവൻ കൊതിക്കുന്നു. എന്നെ കണ്ടിട്ട് അപ്പന് ഒന്നും ആകാനില്ലല്ലോ. ഒന്നും ആകാനില്ലെങ്കിലും ഒരപ്പന് മക്കളെ കാണണമെന്ന് ആഗ്രഹിച്ചുകൂടെടാ. ആ സ്നേഹം അപ്പൻ എന്നോടുണ്ടായിരുന്നെങ്കിൽ അപ്പനിത് ചെയ്യയില്ലായിരുന്നു. നല്ലതെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. ഞാനിത് സമ്മതിക്കുകയില്ല. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇതെന്റെ അവസാന തീരുമാനമാണ്. എങ്കിൽ നാം തമ്മിലുള്ള ബന്ധം ഇതോടെ അവസാനിക്കുകയാണ്. ഇന്നു മുതൽ അപ്പനും മകനും തമ്മിൽ കണ്ടില്ലെന്ന് വരും. എന്താണ് മാത്യൂസ് ഇത്? ഇത് ഞാനും എന്റെ അപ്പനും തമ്മിലുള്ള കാര്യമാണ്. നിങ്ങളിതിൽ ഇടപെടണ്ട. ഞാൻ ഉപദേശിക്കാൻ വന്നതല്ല. നമ്മുടെ അപ്പന്റെ ഇപ്പോഴത്തെ സ്ഥിതി മാത്യൂസിന് അറിഞ്ഞുകൂടെ? നിങ്ങൾക്കല്ലേ എല്ലാം അറിയാവുന്നത്. ഞങ്ങൾ ഈ വീട്ടിൽ ആരും അല്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. അപ്പൻ എന്തിനാ ഈ അസുഖം വെച്ചോണ്ട് വഴക്കിന് പോയത്? ഞാൻ കിടപ്പിലായിപ്പോയി, അല്ലെങ്കിൽ ഇവിടെ വഴക്കല്ല നടക്കുന്നത്. ഞാൻ ചീത്തയായാൽ മഹാ ചീത്തയാണ്. നിങ്ങൾ എന്തിനാ വെറുതെ ഇവിടെ കിടന്ന് ചാടുന്നത്? അപ്പന്റെ കാലം കഴിഞ്ഞ അവളൊന്നും ഭരിക്കും. ആ, ഭരിപ്പിക്കാം. ഒന്നും കാണാതെ കിടന്നവളല്ലേ എന്ന് ഇനി നിലത്തങ്ങാനും നിൽക്കോ? കൊള്ളാം. അവളത് പെട്ടിയിൽ വെച്ച് കൂട്ടുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോഴത്തെ അവളുടെ ഭാവവും നടപ്പും ഒന്ന് കാണേണ്ടതായിരുന്നു. ഞാൻ തരൂല. തരാനാണ് പറഞ്ഞത്. തരൂല മാറ്റി. മര്യാദയ്ക്ക് തന്നേക്കണം. രണ്ടിലൊന്നും എനിക്ക് തരികണം. ഓട്ടി തരാൻ തീരുമാനിച്ചു. ഈ വീട് ഞാൻ തീ വയ്ക്കും. സർവ്വവും ഞാൻ നശിപ്പിക്കും.
നശിപ്പിക്കും. അത്രക്കായോ? ധൈര്യമുണ്ടെങ്കിൽ ഇനി ഈ ശരീരത്തിൽ തൊട്ട് നോക്ക്. താക്കോല് കൊടുക്കാഞ്ഞിട്ടാണ് ചിന്നമ്മേ. ഓഹോ, ഇതിനു വേണ്ടിയായിരുന്നോ ഈ പാപത്തിനെ തല്ലിയത്? ഞങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. ഇതാ താക്കോല്, ഇഷ്ടമുള്ള എടുത്തോണ്ട് പോകും. കള്ളി, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ അല്ലേ? അപ്പനോട് ഒട്ടി നിന്ന് സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തില്ലേ? എനിക്കറിയണം അത് എഴുതാൻ ആർക്കാണ് ധൈര്യമുണ്ടായത്. ഏത് ഇരപ്പാളിയാണത് എഴുതിയെന്ന്. ഈ ഇരപ്പാളി ആരടാ? നിന്റെ അപ്പനായ ഈ ഇരപ്പാളി ആരടാ അത് എഴുതിയത്? നിനക്ക് എന്ത് വേണം? നീ എന്ത് ചെയ്യും? വന്നില്ല മോളെ. മാത്യച്ചൻ ഇപ്പൊ വരും. അധികം സംസാരിക്കണ്ട. ഇല്ല ചുവന്നേരെ, ഞാനിനി സംസാരിക്കില്ല. മാത്യൂസ് അവനെ ഒന്ന് കണ്ടിട്ട് മരിക്കാൻ. മോനെ, സണ്ണി മോനെ, 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 എന്റെ മോനെ, മോനെ. നായര് എന്താ നായരെ? മാത്യുച്ചനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഓ, കെട്ടിച്ചയച്ച മോനെ വിരുന്നിന് വിളിക്കാൻ വന്നതാ. മാത്യുച്ച, അപ്പൻ മരിക്കാൻ കിടക്കുകയാണ്. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് മകനെ ഒന്ന് കാണുമെന്ന് അപ്പന് വലിയ മോഹമുണ്ട്. ഒരപ്പന്റെ മനോവേദന എന്താണെന്ന് നിങ്ങൾക്കാർക്കും ഇന്ന് മനസ്സിലാവില്ലേ മാത്യുച്ച? ഏതായാലും അളിയും ചെല്ല്. വിവരം നിങ്ങോട്ടൊന്ന് ഫോൺ ചെയ്യേ. അലയൻ ധൈര്യമായിരിക്കും. വിഷ് യു ഗുഡ് സക്സസ്. കുപ്പായൊക്കെ ഇട്ട് അപ്പൻ എവിടെ പോയാ? ചിന്നമ്മേ, എവിടെ പോയാണ്? കരയല്ലേ ചിന്നമ്മേ, അപ്പം പോയിട്ട് ഉടനെ തിരിച്ചു വരുമല്ലേ? അപ്പനൊരു ഉമ്മ കൊടുത്ത് തന്നെ. എടാ അളിയാ പുലി, ഞാൻ കുരിശ് വരച്ചിട്ട് വരാട്ടാ, നീ ഉറങ്ങല്ലേ? എനിക്ക് കുരിശ് വരയ്ക്കണോന്ന്. ഒറ്റയ്ക്ക് വരച്ചാ മതി. ഒറ്റയ്ക്ക് വരയ്ക്കാൻ എനിക്ക് അറിഞ്ഞൂടാ അമ്മച്ചി. ചൊല്ലിത്തന്നോ? ചൊല്ലിത്തരാണ്ട് വരച്ചാ മതി, അത്രയും പുണ്യം മതി. ചൂടിയ നാഥ, നിന്റെ തിരുമുറി വഞ്ചും ഞാൻ കാണുന്നു. നിൻ ക്രൂശിൽ ഞാൻ കണ്ണീരു വീഴ്ത്തി കഴുകുന്നു ഇന്നെന്റെ നാഥ. മുൾമുടി ചൂടിയ
ആത്മീയ തേജസ്സേ ആത്മാവിൽ നിന്നെ ഞാൻ പൂജിക്കൂ എന്നുമെന്നും. സ്നേഹത്തിൻ തിരുഹൃദയവാതിൽ സ്നേഹിപ്പോർക്കായി നീ തുറന്നു. ലോകത്തിൻ രക്ഷകനേ, നിനക്കെന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കാഴ്ചവെപ്പൂ. മുൾമുടി ചൂടിയ നാഥ, നിന്റെ തിരുമുറി വഞ്ചും ഞാൻ കാണൂ. നിൻ ക്രൂശിൽ ഞാൻ കണ്ണീരു വീഴ്ത്തി കഴുകുന്നു ഇന്നെന്റെ നാഥ. മുൾമുടി ചൂടിയ നാഥ. കറവക്കാരൻ വന്നില്ല സോഫിയമ്മേ. പിന്നെ ഞാൻ അതിനെ അങ്ങോട്ട് കറക്കാൻ എന്നെ മൊനയിലോട്ട് തൊട്ടപ്പം 4 കാലും പറിച്ചു ഒരൊറ്റ തുഴി തന്നെ കേട്ടോ. സോഫിയമ്മേ, ഞാൻ ഇറക്കി തരാം. വെള്ളം തിളച്ചെടുക്കാൻ കാലം പറ്റോ? നീ ഒന്ന് പോടാ, ഞാനൊന്ന് നോക്കട്ടെ. കേടിക്കൊക്കുന്നു. അയ്യോ, എന്ത് പറ്റി സോഫി? സോഫി ചെയ്യണ്ടായിരുന്നല്ലോ, ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ആരും സഹായം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ശീലമില്ലാത്തത് ചെയ്യരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത്രയും നേരമായിട്ട് ഒരു കപ്പ് കാപ്പി എന്റെ ഭർത്താവിന് കൊടുക്കാൻ ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചില്ല. അയ്യോ, കാപ്പി ഞാൻ ഇപ്പൊ കൊടുത്തയക്കുമായിരുന്നു. നിങ്ങളൊന്നും കൊടുത്തയക്കണ്ട. നിങ്ങൾ വിഷമിക്കണ്ട. ഞാനിവിടെ വന്ന കാലം മുതൽ ഇതൊക്കെ കാണുന്നുണ്ട്. എന്റെ പെങ്ങളുടെ സ്വഭാവമൊന്നും ചിന്നമ്മയ്ക്ക് അറിയില്ലേ? ഓ, സാരമില്ല. ഒരു കുടുംബമായ വഴക്കും പിണക്കും ഒക്കെ കാണും. അങ്ങനെയല്ല, അവളൊരു വായാടിയാണ്. നിങ്ങളുടെ മനോവേദന ഞാൻ മനസ്സിലാക്കും. ഇതൊരു പുതിയ വേദനയാണോ ജിമ്മി? എനിക്ക് അനുഭവിച്ച ശീലമുള്ളതല്ലേ. ചിന്നമ്മ അങ്ങനെ അനുഭവിക്കണ്ട. ചിന്നമ്മയോട് താല്പര്യവും സ്നേഹവും ഉള്ളവർ ഈ വീട്ടിലുണ്ടെന്ന് വിശ്വസിക്കൂ. ചിന്നമ്മ സംശയിക്കണ്ട. ഇതൊരു തുടർക്കഥയുടെ തുടക്കമാണ്. നമ്മൾക്ക് പോത്താ, എടാ പോത്താ, നീ പോയ കുഞ്ഞനമ്മയെ വരാൻ പറ. ഇവിടെ വാ. നീ എവിടെ പോണം? കുഞ്ഞന്നമ്മയെ വിളിക്കാം. ഏത് കുഞ്ഞനമ്മേ? കുഞ്ഞന്നമ്മ എന്ത് കേട്ടാ നീ ഓടുന്നത്? എഴുതാം. വരാൻ പറഞ്ഞാ വരും, പോകാൻ പറഞ്ഞാ പോകും. എടാ, ഇവിടെ നെല്ലൂത്താൻ വരുന്ന താണ്ടമത്തലയുടെ മോള് കുഞ്ഞന്നാമയില്ലേ, അവളുടെ കാര്യമാണ് പറഞ്ഞത്. ഓ, നമ്മുടെ ചട്ടുകാരി താണ്ടമത്തള്ള മോള് കുഞ്ഞന്നമ്മ, തീറ്റി കുഞ്ഞന്നമ്മ. ഞാൻ ഇപ്പൊ കെട്ടിയെടുത്തോണ്ട് വരില്ലയോ? എന്താ സണ്ണി ചോറുണ്ടാത്തത്? മാത്യൂസും ജോയ്മാനും ഒക്കെ ചോറുണ്ടെന്നില്ലേ ചിന്നമ്മേ? അവരുണ്ടോളും, സണ്ണി ഉണ്ട്. എനിക്കെങ്ങും വേണ്ട. ഞാൻ ജോയ്മാന്റെ കൂടെ ഉണ്ണത്തുള്ളൂ. ജോയ്മോനെ അവിടെ എങ്ങും കാണാനില്ല. എടാ ജോയ്മോനെ,
നിന്നെ എത്ര നേരമായി നിന്നെ കാത്തിരിക്കണം. വല്യമ്മച്ചി എനിക്കെന്താ ചോറ്? വല്യമ്മച്ചി ചോറ് തന്ന അമ്മച്ചി മോനെ പിണങ്ങും. ഓ പിണങ്ങിക്കോട്ടെ. ജോയ് മോനും ചോറ് കൊടുക്ക് ചിന്നമ്മേ. ജോയി, എടാ ജോയി, നിന്നോട് ഈ മുറി കിടക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് വിശക്കണം അമ്മച്ചി. എന്നാലേ അങ്ങ് ചക്ക. മണി 1 കഴിഞ്ഞില്ല സോറി. മോന് വിശക്കുന്നുണ്ടാവും. ഞാൻ പറ്റ കുഞ്ഞല്ലേ, ഞാൻ സഹിച്ചോളാം. ഊട്ടികളൊക്കെ മതി. നടക്കുന്നു കണ്ടിട്ടില്ല. മോനോ എടുത്ത് പറഞ്ഞെടുത്തില്ലേ മുട്ടുകല്ലേ എടുക്കും ഞാൻ. ഊണായില്ല, എനിക്ക് പോണമല്ലോ. ആവുന്നേ ഉള്ളൂ. മണി 1 കഴിഞ്ഞെന്നറിയാമോ? 1, 2 ഒക്കെ ആവും. സമയത്തിനും കാലത്തിനും ആഹാരം കഴിക്കണമെങ്കിൽ വേലക്കാരെ നിർത്തണം. ഈ കരിയും പുകയും കൊണ്ട് അടുക്കളയിൽ ഇടുന്നിറങ്ങി എന്നെ കൊണ്ടാവില്ല. വല്യമ്മച്ചി ചോറ് തന്നേന് അമ്മച്ചി എന്തിനാ തല്ലിയത്? നമ്മള് വല്യമ്മച്ചിയായിട്ട് വഴക്കാണോ? ആ മോൻ പോയി ചോറ് കാലമായോ നോക്ക്. വഴക്കൊക്കെ ഇരിക്കട്ടെ, സോഫ ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ ചെയ്തു തരാം. സഹായമൊന്നും വേണ്ട, ഞാനും പെണ്ണായിട്ടാണ് ജനിച്ചത്. മണി 1 കഴിഞ്ഞില്ലേ? മാത്യൂസിന് എവിടെയോ പോകണമെന്ന് പറയുന്ന കേട്ടല്ലോ. എന്റെ ഭർത്താവിനെ പറ്റി ടെൻഷൻ എനിക്കറിയാം. നിങ്ങൾ ആ ക്രിക്കറ്റ് കാര്യം നോക്കിയാൽ മതി. കാര്യമൊന്ന് ചോദിക്കാനാണ് തന്നെ വിളിപ്പിച്ചത്. ഓ, അത് വെറുതെ കിടക്കുകയല്ലേ? അതെ. പക്ഷെ നിലം നന്നാക്കി എടുക്കാൻ ഇശി പണം വേണ്ടി വരും. പിന്നെ തൊമ്മമാപ്പിള സമ്മതിച്ചാലേ അവിടെ വേലി കുത്താൻ സാധ്യമാവും. അതങ്ങ് വിറ്റ് കളഞ്ഞാൽ എന്താ? അപ്പന് വാങ്ങാനല്ലാതെ വിൽക്കാൻ അറിയില്ലായിരുന്നു. എന്നാൽ ഞാനത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിൽക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കാൻ എളുപ്പമല്ല. ഇവിടത്തെ ഭൂമി 1 ഇഞ്ചെങ്കിലും വിൽക്കാൻ അച്ഛനായ കൂട്ടു നിൽക്കില്ല. താൻ കൂട്ടു നിൽക്കണമെന്നില്ല, ഞാനിത് വിൽക്കും. ചിന്നമ്മയുടെ കൂടെ ഒന്ന് ചോദിച്ചിട്ട് പോരെ? ഈ തറവാട്ടിലെ സ്വത്ത് വിൽക്കാൻ ഇന്നലെ വന്ന ഒരുത്തിയുടെ അനുവാദം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ വന്നവരാണെങ്കിലും ചേട്ടന്റെ ഭാര്യയല്ലേ? ആരുടെ ഭാര്യയായാലും എനിക്കൊന്നുമില്ല. എന്നാ അച്ഛനായി ഒന്ന് പറഞ്ഞേക്കാൻ, ചിന്നമ്മയുടെ അനുവാദം കൂടാതെ 1 ഇഞ്ച് ഭൂമി പോലും വിൽക്കാൻ കുഞ്ഞിന് അവകാശമില്ല. എന്നാര് പറഞ്ഞു? അപ്പൻ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സണ്ണിക്കുഞ്ഞിന്റെ അസുഖം മാറുകയോ സണ്ണിക്കുഞ്ഞ് മരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ചിന്നമ്മയുടെ സമ്മതം കൂടാതെ വസ്തു കൈമാറാൻ പാടില്ല. നിങ്ങളൊക്കെ കൂടെ എനിക്കെതിരായി ഉണ്ടാക്കി വെച്ചതല്ലേ? ആരുടെ അനുവാദവുമില്ലാതെ ഇത് വിൽക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാധ്യമല്ല കുഞ്ഞ്, ഇത് നിയമമാണ്, വീട്ടുകാര്യമല്ല. താൻ ഒറ്റ ഒരുത്തനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ വിഷവിത്തുകൾ പാകിയത്. കുഞ്ഞ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ മറുപടി പറയാ? ഒന്നും പറയാൻ തന്നെ നിൽക്കണ്ട. തന്റെ സഹായം ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല. പറഞ്ഞു വിടുന്നതിന് മുമ്പ് പോകാൻ ഒഴിഞ്ഞാണ് അച്ഛന്മാരുടെ നിപ്പ്. നിങ്ങൾ താമസിക്കുന്ന വീട് ഞാൻ വാടകയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. വാടകയ്ക്ക് കൊടുക്കുകയോ വിൽക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ആ വീട് കുഞ്ഞിന്റെ അപ്പൻ എനിക്ക് തന്നിട്ടുള്ളതാണ്. പക്ഷേ സ്വത്ത് മോഹിച്ചിട്ടല്ല ഞാൻ ഈ കുടുംബത്തിൽ ഇതുവരെ സേവിച്ചത്. വർഷങ്ങളോളം നിങ്ങളെ ചുമന്നു കിട്ടിയ തഴമ്പ് ഈ മുതുകത്തിപ്പോഴും ഉണ്ട്. അതുപോലെ ഈ താക്കോല് പിടിച്ച തഴമ്പും അച്ഛനയുടെ കയ്യിലുണ്ട്. ഇതാ താക്കോല്. ഒന്ന് ഞാൻ പ്രത്യേകമായി പറഞ്ഞേക്കാം, നിങ്ങളുടെ അപ്പൻ മക്കൾക്കെതിരായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ വേണം. ഞങ്ങളുടെ അപ്പനെ പറ്റി ഞങ്ങൾക്കറിയാം. അറിയില്ല കുഞ്ഞെ, ഒന്നും അറിയില്ല. അപ്പനെ പറ്റി കുഞ്ഞിനൊന്നും തന്നെ അറിയില്ല. ആ, കുറെ കാലം കഴിയുമ്പോ എല്ലാം താനെ മനസ്സിലായിക്കോളും. മകനോടെ ഞാൻ യാത്രയാണ്. അച്ഛനായരെ കുഞ്ഞ്, അച്ഛനായരും പോവുകയാണല്ലേ? ഞാൻ പോട്ടെ മോളെ. ഇനിയിപ്പോ ഞാനിവിടെ നിന്ന് പോണതാണ് നല്ലത്. ഈ വീടിന്റെ ഇന്നത്തെ കിടപ്പ് അച്ഛനായര് കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ടു മോളെ, ഒന്നും കാണായല്ല. എന്തെല്ലാം കണ്ട കണ്ണുകളാണ് അച്ഛനായരുടെ. അപ്പൻ മരിച്ചുപോയെങ്കിലും അച്ഛനായർക്ക് വീടുമായൊരു കടപ്പാടില്ലേ? ഉണ്ട്.
അച്ഛനായർ എന്നും ഈ പടിക്ക് കാണും. പക്ഷേ വളപ്പിനകത്തായിരിക്കില്ല എന്നേ ഉള്ളൂ. പാവപ്പെട്ട് നിങ്ങൾക്കെതിരായി ഇവിടെ ആര് കൈ ഉയർത്തിയാലും അച്ഛനായർ ഇവിടെ ഓടിയെത്തും. മകള് സമാധാനമായിട്ടിരിക്കും. അച്ഛനായര് പോട്ടെ മോളെ. ഞാൻ പറയില്ല പോകാൻ. ഈശ്വരന് തന്റെ സ്വരൂപം ഭൂമിയിൽ വേണമെന്ന് തോന്നിയിരിക്കണം. അത് മോളാണ്. അച്ഛനായർ പോണു മോളെ. സണ്ണിയുടെ കിർക്ക് മാറിയോ സണ്ണി മരിക്കുകയോ ചെയ്യാതെ 1 ഇഞ്ച് ഭൂമി പോലും കൈമാറ്റം ചെയ്യാൻ ഒക്കുകയില്ല. അങ്ങനെയാണോ? മറ്റൊരു കുഴപ്പം, അവർക്കൊരു കുട്ടി ഉണ്ടായിട്ടാണ് സണ്ണി മരിക്കുന്നതെങ്കിൽ മുഴുവൻ പോയത് തന്നെ. എന്നാലും ഭയങ്കര ദുഷ്ടം തന്നെ ആ കിളവൻ. എല്ലാത്തിനും ഒറ്റ വഴിയേ ഉള്ളൂ. ആ അതെന്താ? കേൾക്കുമ്പോ പെങ്ങൾ ഞടങ്ങരുത്. നീ കാര്യം പറ. അവനെ കാച്ചി കിടഞ്ഞാലെന്താ? എന്താ നീ പറയുന്നത്? കളിച്ചു കളിച്ച് എങ്ങോട്ടാ? എന്നാ പുണ്യം പറഞ്ഞിരുന്നു. അളിയനും പെങ്ങളും കൂടി വെറും കൈയോടെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് കാണാം. എന്നാലും ഒരാളെ ഒന്ന് മിണ്ടായിരിക്കും എന്റെ പെങ്ങളെ. ഞാൻ സാധിച്ചില്ല. ഇരി ചെവി അറിയാതിരുന്നാ മാത്രം മതി. സണ്ണി 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 എന്റെ സണ്ണി എന്താ ഇന്നമ്മേ? ഒന്നുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാം. കേൾക്കാം. ഈ മുറി വിട്ട് പുറത്തു പോകരുത്. ഇല്ല. ആരെന്ത് വന്നാലും വാങ്ങി കഴിക്കരുത്. ഇല്ല. ഇന്ന് പ്രമാണം എഴുതാമെന്ന് പറഞ്ഞിരുന്ന മനുഷ്യനാണ്. ഇപ്പോൾ അയാൾ പറയുന്നു അയാൾക്ക് നമ്മുടെ വസ്തു വേണ്ട. പിന്നെ എന്താ ഇതിന് മാർഗം? നിയമപരമായി നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. അതെന്താ? അപ്പൻ എഴുതി വെച്ചിരിക്കുന്ന മരണപത്രം അങ്ങനെ. എന്നാലും അപ്പൻ നമ്മളോട് ഇത് ചെയ്തു കളഞ്ഞല്ലോ. കുഞ്ഞമ്മേ, ഇത്തിരി കഞ്ഞിവെള്ളം. ചിന്നമ്മേ, ഒരിത്തിരി തീ കൂടെ. നിങ്ങൾ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. സാരമില്ല, ഒരു കുടുംബമാകുമ്പോ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കാണും. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും കാലമായി ചിന്നമ്മ ഒന്ന് ചിരിച്ചു പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ജിമ്മി കാണാഞ്ഞിട്ടാണ്. ഞാൻ ചിരിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ചിന്നമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന്. പക്ഷെ നാം തമ്മിൽ ഒന്ന് മിണ്ടുന്ന പോലെ സോഫയ്ക്ക് വിഷമമാണ്. പിന്നെ എന്തിനാണ് സോഫിയ വിഷമിപ്പിക്കുന്നത്? അവള് വിഷമിച്ച എനിക്ക് ചുക്കാണ്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി. കഷ്ടം. ഇന്ന് വരെ ഒരു ദിവസമെങ്കിലും ഭർത്തൃസുഖം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്. ജിമ്മി അതിര് വിട്ട് സംസാരിക്കുന്നു. ഉള്ളതങ്ങ് പറയുകയാണ് ചിന്നമ്മേ. എനിക്ക് ഈ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവമേ ഇല്ല. ജിമ്മി പറയുന്നത് എനിക്ക് കേൾക്കണമെന്നില്ല. മനസ്സ് നിറയെ വാടി വീണ് കിടക്കുന്ന പ്രതീക്ഷകളുടെ പൂമുട്ടുകൾ ഞാൻ കാണും ചിന്നമ്മേ. ജിമ്മി, ഞാൻ പറയട്ടെ ചിന്നമ്മേ, നമുക്കൊരു പുതിയ തുടർക്കഥ തുടങ്ങാം. ജിമ്മിയോടാണ് പറയുന്നത് ഈ മുറി വിട്ട് പോകാൻ. ചിന്നമ്മേ, ചിന്നമ്മേ, ഇതെന്താ ഈ മുഖത്ത് കരിയിരിക്കുന്നത്? എന്റെ പൊന്നി ചിന്നമ്മ, വന്നിരിക്കുന്ന ഒരു ഭരണക്കാരി. കൊള്ളാം, നീ ഇത്തരക്കാരിയാണെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. നീ കാര്യം പറ. ഇവിടെ എന്തുണ്ടായിരുന്നു? നീ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. പോരെ പെങ്ങൾക്ക് കേൾക്കണം. ഞാൻ ഇവളോട് ഇത്തിരി കഞ്ഞിവെള്ളം ചോദിച്ചു പോയി. അപ്പോൾ ഇവൾ ഒരു പെണ്ണാണല്ലോ. അമ്പടി, അവിടെ വരെ ആയോ? എന്താ ഇവിടെ? നിങ്ങളിത് കേട്ടോന്ന്? ഇതൊരു ഭ്രാന്താലയം മാത്രമല്ല. എന്നെ കൂടെ ഒന്നും പറയണ്ട. അപ്പം മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു പുണ്യാളത്തി. ഞാൻ പറയുന്നത് മധ്യസ്ഥെങ്കിലും ഒന്ന് കേൾക്കൂ. വെറുതെയാണോ പോത്തൻ ഇവളുടെ മുറിയിൽ മാറാത്ത? ഒരു ദൈവം ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല. എന്റെ ആങ്ങളയ്ക്ക് വേണ്ടി നീ മഞ്ഞും കൊള്ളണ്ട. മാനം മര്യാദയ്ക്ക് ഇവിടെ കഴിയാമെങ്കിൽ മാത്രം ജീവിച്ചാൽ മതി. എനിക്ക് അത്രേ ഇപ്പോൾ പറയാനുള്ളൂ. എന്റെ അനിയനും എന്നെ തെറ്റിദ്ധരിക്കുകയാണോ? ചിന്നമ്മേ, കരയുകയാണോ? എന്തിനാ ചിന്നമ്മേ കരയുന്നത്? നമുക്ക് ഇവിടുന്ന് പോകാൻ സമ്മി. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. കുടിലാണെങ്കിലും നമുക്ക് അവിടെ കരയാതെ കഴിയാമല്ലോ.
എന്നെയും കൊണ്ടുപോയി ചിന്നമ്മച്ചി. പോത്തം കൂടെ പോരട്ടെ ചിന്നമ്മ? വേണ്ട പോത്ത, നീ എന്റെ കൂടെ പോരണ്ട. നീ എന്റെ സ്വന്തം അനിയനായിരുന്നു. അതിൽ പോലും അവര് കരിവാരി തേച്ചു. ഇന്നാള് പോയപ്പോഴും നമ്മൾ പോത്തിനെയും കൊണ്ട് പോയല്ല. വേണ്ട, പോത്തിന് ഇവിടെ നിൽക്കട്ടെ. നമ്മളാണ് ഇവിടെ അധികപ്പറ്റ്. നമ്മളാണ് ഇവിടുന്ന് പോകേണ്ടത്. ഈ കുടുംബത്തിന്റെ സ്വരം നശിപ്പിക്കുന്നത് നമ്മളാണ്. അനിയൻ എന്നെ തടുക്കാൻ നിൽക്കരുത്. ഞാൻ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പോയിന്റ് തരാന്ന് ഞാൻ തീരുമാനിക്കാം. നീ അവിടെ നില്ല. സിസ്റ്റർ എന്നെ തടുക്കാൻ നിൽക്കരുത്. ഈ ജിമ്മിക്ക് തീരുമാനം രണ്ടില്ല. നീ അതിനിങ്ങനെ വാശി പിടിച്ചാലോ? ഞാനില്ലേ ഇവിടെ. അതല്ല അളിയ, സ്വരം നല്ലപ്പോഴെ പാട്ട് നിർത്തിയേക്കാ നല്ലത്. നോക്കി, അവൻ ഇവിടുന്ന് പോയ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട സോഫി. പോകേണ്ടവള് ഞാനല്ലേ. ഞാൻ പോയേക്കാം. നിങ്ങളോട് പോണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പറഞ്ഞയക്കുന്നതിന് മുൻപേ പോകുന്നതല്ലേ നല്ലത്. ഞങ്ങളായിട്ട് ഈ വീടിന്റെ സ്വൈരത കളയുന്നില്ല. ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കാനാണ് നിങ്ങളുടെ ഈ പോക്ക്. മാത്യൂസേ, എന്റെ അനിയനോട് എനിക്ക് അല്പം പറയാനുണ്ട്. മാത്യൂസ് ഈ മുഖത്തേക്കൊന്ന് നോക്ക്. ഒരമ്മയുടെ വയറ്റിൽ കിടന്നവരാണ് നിങ്ങൾ. പക്ഷേ നിനക്കത് വലുതല്ല. നിന്റെ അപ്പൻ നിനക്കൊന്നുമല്ല. അവരൊക്കെ എനിക്ക് വലുതാണ് മാത്യൂസേ. സ്വന്തം ചോരയിൽ പിറന്ന നിന്റെ ചേട്ടനെ വിഷം കൊടുത്തു കൊല്ലാൻ വരെ ഈ വീട്ടിൽ തീരുമാനിച്ചു. അതറിഞ്ഞത് മുതൽ ഊണും ഉറക്കം ഉപേക്ഷിച്ച് ഞാൻ കാവലിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചെയ്യരുതാത്ത കുറ്റത്തിന് ഞാൻ ചീത്തപ്പേരും കേട്ടു. ഓരോ ദിവസവും ഈ വീട്ടിൽ ദൈവമെന്നാണ് ഞാൻ കഴിഞ്ഞത്. ഇനി എനിക്ക് വയ്യനിയ ഒരു സണ്ണി. മാത്യൂസേ, എന്നോട് പിണക്കാണ്. ഞാൻ പോട്ടെ. നമുക്ക് നമ്മുടെ അപ്പനെയും കൂടി കൊണ്ടുപോകാൻ ചിന്നമ്മേ. വേണ്ട സണ്ണി, നമുക്ക് ഫോട്ടോ വേണ്ട. നമ്മുടെ അപ്പൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. വല്യമ്മച്ചി പോട്ടെ മോനെ. മോൻ മിടുക്കനായി നല്ല മോനായി വളരണം. വല്യമ്മച്ചി പോണ്ട, അമ്മച്ചിയാണ് ചീത്ത. അമ്മച്ചി പോട്ടെ. അങ്ങനെ പറയല്ലേ മോനെ. മോന്റെ അമ്മ നല്ല അമ്മയാണ്. മോളെ, എന്തായി കാണിക്കണത്? അച്ഛനെ ചോദിക്കണം, എന്തായി കാണിക്കണമെന്ന്. വയ്യ അച്ഛനാര്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തിനാ പോണത്? ഞാനിവിടെ നിന്ന് ഇപ്പൊ പോകുന്നതാണ് നല്ലത്. അപ്പൻ പോയി, അച്ഛനായിരും പോയി. ഇനി എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ല. അച്ഛനായിര് ആര് പറഞ്ഞ സ്ഥാനമില്ലെന്ന്? ഇത് മകളുടെ വീടാണ്. ഇതിന്റെ ചുമതല മുഴുവനും മകൾക്കാണ്. ഇതാ, ഇനിയും ഞാനിത് സൂക്ഷിക്കുന്നില്ല. ഞാൻ ഈ വീട്ടുപടിക്കൽ കാവലുണ്ടായിരുന്നു മോളെ. മരിക്കുന്നവരെ അച്ഛനാര് കാവലുണ്ടാകും. ഇതുവരെ എന്തിനാ അച്ഛനായിര് സൂക്ഷിച്ചു? ഇതിന്റെ പേരിലാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഇവിടെ നടന്നത്. അച്ഛനായർക്ക് അറിയാമോ, സണ്ണിയെ വിഷം കൊടുത്ത് കൊല്ലാൻ വരെ അവർ തീരുമാനിച്ചു. മോളെ, ഇതാ മാത്യൂസ്, ഈ കുടുംബത്ത് ഈ കണ്ട കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയ സാധ്യത. ആദ്യമായാണ് ഞാനിത് കാണുന്നത്. ഇതിനു വേണ്ടിയല്ല ഞാൻ അപ്പനെ സ്നേഹിച്ചു. ഇതിനു വേണ്ടിയല്ല ഞാൻ സണ്ണിയെ വിവാഹം ചെയ്തത്. ഞാൻ പോകുന്നു മാത്യൂസേ. വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ എളുപ്പമാണ്, പക്ഷേ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ എളുപ്പമല്ല. വല്യമ്മച്ചിന് ഇങ്ങോട്ട് വരൂലേ അപ്പച്ച? എന്തിനാ വല്യമ്മച്ചി പിണങ്ങിപ്പോയത്? ചെല്ല് മോൻ ചെല്ല്. അയ്യോ അച്ഛനായരെ, സണ്ണി എന്തിയേ?
ഈശ്വര ചതിച്ചുവോ? കുഞ്ഞു പുറകെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ ദൈവമേ, എവിടെ പോയി? തിരക്കാം. എങ്ങനെയായാലും എനിക്ക് രൂപ കിട്ടിയേ പറ്റൂ. നീ എന്താ ഈ പറയുന്നത്? ആ പറഞ്ഞു തന്നെ. പാവപ്പെട്ട സ്ത്രീയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു, മരണപത്രം കയ്യിലുമായി. ഇനിയിപ്പോ ജിമ്മയുടെ ആവശ്യമില്ലല്ലോ. 1000 രൂപ എടുത്ത അളിയൻ അറിയുമടാ. അറിയട്ടെ, ആ പാവത്തിന് വിഷം കൊടുക്കാൻ വരെ തീരുമാനിച്ചതല്ലേ. എല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു? അളിയനും പങ്ങൾക്കും വേണ്ടിയായിരുന്നു. നിന്നെ കൊണ്ട് തോറ്റു ഞാൻ. അതെ എന്നെ കണ്ടുകൂടാതാകും. ആർക്കാണ് ഈ രൂപ? എന്തിനാണ് ഈ രൂപ? രൂപ എന്തിനാണെന്നുള്ളത് അളിയൻ അറിഞ്ഞുകൂടാ. നിന്നോട് ഞാൻ ചോദിച്ചില്ല, സോഫിയോടാണ് ചോദിക്കുന്നത്. നിന്റെ വായിൽ നാക്കില്ലേ? എന്റെ ഒരു ആവശ്യത്തിനാ. എന്റെ ചേട്ടന് വിഷം കൊടുത്തു കൊല്ലാൻ തീരുമാനിച്ചതിനുള്ള കൈക്കൂലിയായിരിക്കും. ഇത്ര ഭയങ്കരിയാണ് നീ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴെങ്കിലും അറിഞ്ഞു തുടങ്ങിയല്ലോ. അതേടി, അറിഞ്ഞു തുടങ്ങുകയാണ്. വേദനിച്ച് അവന്റെ അപ്പൻ മരിച്ചു. തലയ്ക്ക് സുഖമില്ലാത്ത എന്റെ ചേട്ടനെ മുഴുക്കിറുക്കിലാക്കി നീ വീട്ടിൽ നിന്ന് ഓടിച്ചു. അവന് വിഷം കൊടുക്കാൻ തീരുമാനിച്ചതിനുള്ള കൈക്കൂലി നീ ഇപ്പോൾ പങ്കിട്ടെടുക്കുകയാണ്. ഈ കുടുംബം നീ നരകമാക്കിയടി. പാവം ആ ചേട്ടത്തി. വേണമെങ്കിൽ വിളിച്ചോണ്ട് താമസിപ്പിച്ച. ഇനി ഒരു നിമിഷം നിന്നെ നിന്റെ ആങ്ങളെയും ഈ വീട്ടിൽ കാണരുത്. സ്വത്ത് മുഴുവൻ കിട്ടിയപ്പോ നിങ്ങളുടെ തരം മാറുകയാണല്ലോ. തരം മാറുകയാണ്. ഇറങ്ങു പുറത്ത്. ഇന്ന് പോയത് അമ്മച്ചില്ലേ? മാത്യൂസിനെ അടിക്കാൻ വരണപ്പാ.
ഭയപ്പെടാനില്ല. യു ആർ ഓൾ വെരി ലക്കി. ഒരു മേജർ ബ്രെയിൻ ഓപ്പറേഷൻ ആയിരുന്നു. ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. ശരീരം ഒട്ടും അനക്കരുത്. കംപ്ലീറ്റ് റെസ്റ്റ് ആണ് ആവശ്യം. എല്ലാവരും സൂക്ഷിക്കണം. ഡോക്ടർ, 9ാം പേഷ്യന്റ് വളരെ സീരിയസ്. സണ്ണി, എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരൊക്കെ ആരാണ് അച്യുതൻ നായരെ? ചിന്നമ്മ കുഞ്ഞിന്റെ ഭാര്യ പുത്തമ്പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചത് ഓർമ്മിക്കണില്ലേ? കുഞ്ഞിനെ കുളിപ്പിച്ച് കുപ്പായം ഇടണ ചിന്നമ്മയെ ഓർമ്മിക്കണില്ലേ? കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കണ ചിന്നമ്മയെ ഓർമ്മിക്കണില്ലേ? ചിന്നമ്മേ, ആ മാല ഒന്ന് കാണിച്ചു കൊടുക്കൂ. സണ്ണി കുഞ്ഞ്, ആ ലോക്കറ്റിലേക്ക് ഒന്ന് നോക്കൂ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ പള്ളിയിൽ വെച്ചെടുത്ത പടമാണ്. സണ്ണി, എന്റെ സണ്ണി. ചിന്നമ്മേ, ജോയ് മോനെ. വല്യപ്പച്ച, പോത്ത് സണ്ണിച്ചന്റെ പോത്തം തന്നെ. സണ്ണിച്ചനെ തിരക്കി പോത്താൻ ആശുപത്രി മുഴുവൻ നടക്കുകയായിരുന്നു. ജോയ് മോനെ, അമ്മയോടെ? എനിക്ക് അമ്മയില്ല. അമ്മച്ചിയെ അപ്പച്ചൻ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരുന്നാലും ശരി, അവൾ നിന്റെ ഭാര്യയാണ്, ജോയിയുടെ അമ്മയാണ്. ചെൽ, വിളിച്ചോണ്ടുവരും. കൊണ്ടുവരാൻ ചേട്ടൻ, ഇന്ന് തന്നെ കൊണ്ടുവരാം. അതാണ് ന്യായം കുഞ്ഞ്. കുറ്റപ്പെടുത്തുന്നതല്ല, മാപ്പ് കൊടുക്കുന്നതാണ് മനുഷ്യൻ. ശിവ ശിവ, എല്ലാം മംഗളമായിട്ട് നടന്നില്ല. ഒരു കണക്കിന് നോക്കിയാ ഉർവശി ശവം ഉപകാരത്തിന് എത്തിയിട്ടോ. ഈ ട്രെയിൻ അപകടം ഉണ്ടായത് കൊണ്ടാണ് സണ്ണിച്ചന് ബുദ്ധി തിരിച്ചു കിട്ടിയത്. ആ, വാർണി മുതലാളിയുടെ ആഗ്രഹവും നടന്നു. അച്യുതൻ നായരെ, അപ്പനെവിടെ? പോയ കുഞ്ഞാടിനായി കാടും മലയും കടന്നു വന്നു. കൈവിട്ടു പോയ കുഞ്ഞാടിനായി കാടും മലയും കടന്നു വന്നു. കൈകളിൽ കോരിയോരും നൽകി കാരുണ്യവാനായോരാട്ടിടയൻ
നല്ലൂരാട്ടിടയൻ കൈവിട്ടു പോയ കുഞ്ഞാടിന കാനനമുള്ളുകൾ കൊണ്ടിടാതെ കാലടിയൊന്നും പതറിടാതെ കാത്തുരക്ഷിക്കുവാൻ ആട്ടിടയൻ കാവലായി തന്നൊരു മാലാകയെ സ്വർഗമാലാകയെ കൈ